പീഡിയാട്രിക് കാർഡിയാക് കണ്ടീഷൻസിൽ അടുത്ത കണ്ടീഷൻ ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്റ്റ് ആണ്. ഇപ്പോൾ ഇൻക്രീസ്ഡ് പൾമനറി ബ്ലഡ് ഫ്ലോ ഡിഫക്റ്റ്, അതർവൈസ് സൈനോട്ടിക് കാർഡിയാക് ഡിഫക്റ്റ്, ASD, VSD, AVSD, PD നമ്മൾ കഴിഞ്ഞു. ഇനി ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്റ്റ്, ദാറ്റ് മീൻസ് ബ്ലഡ് ഫ്ലോയിൽ ലങ്സിലേക്കും അല്ലെങ്കിൽ സിസ്റ്റമിക് ബോഡിയിലേക്ക് മുഴുവനിലേക്കുമുള്ള ബ്ലഡ് ഫ്ലോ എവിടെയെങ്കിലും ഒബ്സ്ട്രക്റ്റ് ചെയ്യുക. അതിന് രണ്ട് കാരണമാണ്. ഒന്നുകിൽ വാൽവ് നാരോ ആവുക, അല്ലെങ്കിൽ വാൽവ് ഓപ്പൺ ആകാതിരിക്കുക. സ്റ്റെനോസിസ് എന്ന് പറയും. ഇങ്ങനെ വരുന്നതിനെയാണ് ഒബ്സ്ട്രക്റ്റീവ് ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത്. ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്റ്റ്, ബ്ലഡ് എക്സിറ്റിംഗ് എ പോർഷൻ ഓഫ് ദ ഹാർട്ട് മീറ്റ് ആൻ ഏരിയ ഓഫ് അനാട്ടമിക്കൽ നാരോയിങ് കോസ് ഒബ്സ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ. ദാറ്റ് മീൻസ് അതായത് ബ്ലഡ് പോകുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ വാൽവിൽ വരുന്ന അനാട്ടമിക്കൽ നാരോയിങ് എന്ന് പറഞ്ഞാൽ വാൽവിൻ്റെ സ്ട്രക്ചറിൽ തന്നെ വരുന്ന നാരോയിങ്. അതാ പൾമനറി വാൽവുണ്ട്, മീൻസ് അയോട്ടിക് വാൽവുണ്ട്, അങ്ങനെ ഒരുപാട് വാൽവ്സ് ഉണ്ട്. ആ വാൽവിൽ വരുന്ന നാരോയിങ് കാരണം ബ്ലഡ് പോകാതിരിക്കുക. The location of narrowing is usually near the valve of obstruction. Valve ആയിരിക്കും of course. Infant and children exhibit sign of cardiac failure. ഇത് എല്ലാത്തിൻ്റെയും കാർഡിയാക് ഫെയിലിയർ ആണ്. കാരണം ഹാർട്ട് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം ഒബ്സ്ട്രക്ഷൻ വരുന്നു, ഹാർട്ടിലേക്കുള്ള ബ്ലഡ് കുറയുന്നു, അതുകൊണ്ട് ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ട് കാര്യങ്ങളാണ്. എല്ലാ സിംറ്റംസും കാർഡിയാക് ഫെയിലിയറിൻ്റെ സിംറ്റംസ് ആയിരിക്കും. കാർഡിയാക് ഔട്ട്പുട്ടിൻ്റെ സയൻസ് ഓഫ് സിംറ്റംസും രണ്ടും റിലേറ്റഡ് ആയിട്ട് പഠിക്കണം. ചിൽഡ്രൻ വിത്ത് മൈൽഡ് ഒബ്സ്ട്രക്ഷൻ മേ ബി എസിംറ്റമാറ്റിക്. കുറച്ച് സ്റ്റെനോസിസ് നാരോയിങ് ഒക്കെ ഉള്ളെങ്കിൽ കുറച്ച് ബ്ലഡ് കിട്ടുന്നതുകൊണ്ട് എസിംറ്റമാറ്റിക് ആയിരിക്കും. കാരണം ബേബിക്ക് ഒരുപാട് ഓക്സിജൻ ഡിമാൻഡ് ഇല്ലല്ലോ. ബേബി ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് സിംറ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ടക്കിപ്നിയ, ടക്കിക്കാർഡിയ, സൈനോസിസ്, എക്സേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. അത് ബേബിയുടെ ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നതനുസരിച്ചാണ്. ഫസ്റ്റ് കണ്ടീഷനാണ് അയോട്ടിക് സ്റ്റെനോസിസ്. അയോട്ടിക് സ്റ്റെനോസിസ് മീൻസ് നാരോയിങ് ഓഫ് ദ അയോട്ടിക് വാൽവ്. അയോട്ടിക് സ്റ്റെനോസിസ്, നാരോയിങ് ഓഫ് ദ അയോട്ടിക് വാൽവ്, കോസിങ് റെസിസ്റ്റൻറ്റ് ടു ബ്ലഡ് ഫ്ലോ ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു ദ അയോട്ട. അതായത് അയോട്ടിക് സ്റ്റെനോസിസ് വരുന്നത് കൊണ്ട് ഇതാണ് അയോട്ടിക് വാൽവ്. ഈ റെഡ് കളറിൽ കാണുന്നതാണ് അയോട്ടിക് വാൽവ്. അപ്പോൾ അയോട്ടിക് സ്റ്റെനോസിസ്, നോർമൽ വാൽവ് ഇതാണ്, ഇത്ര ഓപ്പൺ ആകണം. ക്ലോസ് ആകുമ്പോൾ ഇങ്ങനെ ഇരിക്കും. പക്ഷേ അയോട്ടിക് സ്റ്റെനോസിസ് എന്ന് പറയുമ്പോൾ ഈ പാർട്ടിലേക്ക് ഇങ്ങനെ ഒരു ഓവർലാപ്പിംഗ് വരുന്നതുകൊണ്ട് തന്നെ സ്പേസ് കുറവാണ്. അപ്പോൾ ഈ ഫസ്റ്റ് നോർമൽ വാൽവിൽ കൂടെ പോകുന്നത്ര ബ്ലഡ് ഈ അയോട്ടയിൽ കൂടെ പോകില്ല. ദാറ്റ് മീൻസ് അയോട്ട ഒന്നുകിൽ ഇങ്ങനെ ഒരു ക്രോണിക് കണ്ടീഷൻ ആകുമ്പോൾ അയോട്ടയുടെ സൈസ് കുറയും. അയോട്ടയിൽ കൂടെ ബ്ലഡ് കുറയുമ്പം ബോഡിയിൽ കംപ്ലീറ്റ് ഉള്ള ബ്ലഡ് സർക്കുലേഷൻസ്, അയോട്ടയുടെ ബ്രാഞ്ചസ് ആണ് ബോഡിയിൽ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. സോ ബ്ലഡ് കംപ്ലീറ്റ് ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ പെർഫ്യൂഷൻ കുറയും. ഇതാണ് അയോട്ടിക് വാൽവ് സ്റ്റെനോസിസ് എന്ന് പറയുന്നത്. അയോട്ടിക് വാൽവ് സ്റ്റെനോസിസ് ഓഫ് കോഴ്സ് അയോട്ടിക് വാൽവ് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. ഇതാണ് ലെഫ്റ്റ് സൈഡ്, ഇവിടെയാണ് അയോട്ട, ഈ റൈറ്റ് സൈഡിലാണ് പൾമനറി ആർട്ടറി വരുന്നത്. ഇനി അയോട്ടിക് ബ്ലഡ് ഫ്ലോ കുറഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് വരും? റിസൾട്ടിങ് ഇൻ ഡിക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ അയോട്ടയിലേക്ക് പോകുന്ന ബ്ലഡിൻ്റെ എമൗണ്ടിനെയാണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ബ്ലഡ്, ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡ് പോകുന്നത് എങ്ങോട്ടാണ്? അയോട്ടയിലേക്കാണ്. ദാറ്റ് മീൻസ് ഓഫ് കോഴ്സ് അയോട്ടിക് വാൽവ് സ്മോൾ ആണെങ്കിൽ കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് ഓട്ടോമാറ്റിക്കലി വിൽ റെഡ്യൂസ്. സോ ഡിക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട്. ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി. ലെഫ്റ്റ് വെൻട്രിക്കുലാർ, ഇതാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞു. അപ്പോൾ അയോട്ട കൂടെ ആവശ്യത്തിന് ബ്ലഡ് പോകുന്നില്ലെങ്കിൽ ബ്ലഡ് ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ പൂള് ചെയ്ത് ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ സൈസ് ഇൻക്രീസ് ആകും. ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി. ദെൻ പൾമനറി വാസ്കുലാർ കൺജങ്ഷൻ. വാൽവുലാർ സ്റ്റെനോസിസ് ഇസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ആൻഡ് യൂഷ്വലി caused by malformed cups resulting in a bicuspid rather than a tricuspid valve or fusion of the cup. എസ്പെഷ്യലി ഈ വാൽവിന് പ്രോബ്ലം വരുന്നത്, വാൽവുലാർ സ്റ്റെനോസിസ് വരുന്നത് അതിൻ്റെ പ്രിപ്പറേഷൻ, വാൽവിന് ഇതുണ്ട്. അയോട്ടിക് വാൽവിന് 3 കപ്പുണ്ട്. ഇതാണ് 3. ഇതിന് പകരം ചിലപ്പം 2 ആകാം, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ അനാട്ടമിക്കൽ ഇഷ്യൂ വരുന്നത് കൊണ്ടാണ്. ദെൻ എ മർമർ പ്രസൻറ്റ്. ഓക്കെ, ഇപ്പം നമ്മൾ ASD ഒഴിച്ച് ബാക്കി എല്ലാത്തിനും മർമർ കണ്ടു. ഇൻഫൻറ്റ് വിത്ത് സിവിയർ ഡിഫക്റ്റ് ഷോ സൈൻ ഓഫ് ഡിക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട്. ഓഫ് കോഴ്സ് എല്ലാത്തിനും കാർഡിയാക് ഔട്ട്പുട്ടാണ് ബേബീസിൻ്റെ കണ്ടീഷനിൽ. ചിൽഡ്രൻ ഷോ സൈൻ ഓഫ് ആക്ടിവിറ്റി ഇൻടോളറൻസ്. ഇത് കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നതിൻ്റെ ഫസ്റ്റ് സൈനാണ്.
ചെസ്റ്റ് പെയിൻ, ഡിസ്നെസ് വെൻ സ്റ്റാൻഡിങ് ഫോർ ലോങ് പീരീഡ്. ഡിസ്നെസ് വെൻ സ്റ്റാൻഡിങ് ഫോർ ലോങ് പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രെയിനിലേക്കൊക്കെയുള്ള സർക്കുലേഷൻസ് കുറയുന്നത് കൊണ്ടാണ്. അത് കിടക്കുവാണെങ്കിൽ ബ്രെയിനിലേക്ക് ഫ്ലോ കൂടും, അപ്പോൾ എഴുന്നേറ്റൊക്കെ നിൽക്കുവാണെങ്കിൽ ബേബിയുടെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കുറയുന്നതുകൊണ്ട് ഡിസ്നെസ്, റെസ്റ്റ്ലെസ്നെസ്, ഇങ്ങനെയുള്ള ഇറിറ്റബിലിറ്റി ഒക്കെ കാർഡിയാക് ഔട്ട്പുട്ട് കുറഞ്ഞാൽ വരുന്നതാണ്. ഇപ്പോൾ അയോട്ടിക് സ്റ്റെനോസിസ് മീൻസ് നാരോയിങ് ഓഫ് ദ അയോട്ടിക് വാൽവ്. നാരോയിങ് ഓഫ് ദ അയോട്ടിക് വാൽവ് കാരണം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്കുള്ള ബ്ലഡ് കുറയും. ദാറ്റ് മീൻസ് കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. അങ്ങനെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഹൈപ്പർട്രോഫി വരും. ഇതാണ് അയോട്ടിക് സ്റ്റെനോസിസ് പഠിച്ചത്. മാനേജ്മെൻറ്റ് ഓഫ് അയോട്ടിക് സ്റ്റെനോസിസ്, ഡയലേഷൻ ഓഫ് ദ നാരോയിഡ് വാൽവ് മേ ബി ഡൺ ഡ്യൂറിങ് കാർഡിയാക് കത്തീഡ്രൈസേഷൻ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന വാൽവിന് ഇങ്ങനെ ഡയലേഷൻ ചെയ്യുക, ഇങ്ങനെ ബലൂൺ ഡയലേഷനൊക്കെ ചെയ്യും. അങ്ങനെ അതിൻ്റെ കുറച്ച് നാരോയിങ് കുറയ്ക്കാൻ സാധിക്കും. സർജിക്കൽ അയോർട്ടോ വാൽവുലോട്ടമി മേ ബി ഡൺ, എ വാൽവ് റീപ്ലേസ്മെൻറ്റ് മേ ബി റിക്വയർഡ്. ഫസ്റ്റ് സർജിക്കൽ വാൽവുലോട്ടമി, ജസ്റ്റ് ഓപ്പണിങ് ചെയ്ത് വിടും ഈ ഭാഗത്ത്. അത് കഴിഞ്ഞിട്ടും വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ റീഗർജിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ വാൽവ് റീപ്ലേസ്മെൻ്റ് ആണ്. നെക്സ്റ്റ് കൊയാട്ടേഷൻ ഓഫ് അയോട്ട. ഇപ്പോൾ നമ്മൾ അയോട്ടിക് സ്റ്റെനോസിസ് കണ്ടു, ഇനിയിപ്പോൾ കൊയാട്ടേഷൻ ഓഫ് അയോട്ട. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒബ്സ്ട്രക്റ്റീവ് ബ്ലഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫ്ലോ കുറയുന്നത് കൊണ്ടുള്ള ഡിസീസ് കണ്ടീഷൻസ് ആണ് പറയുന്നത്. കൊയാട്ടേഷൻ ഓഫ് അയോട്ടയും ട്രാൻസ്പോസിഷൻ ഓഫ് അയോട്ടയും മറന്നു പോകാൻ പാടില്ല. കൊയാട്ടേഷൻ എന്ന് പറഞ്ഞാൽ നാരോയിങ് ഓഫ് അയോട്ട, അതാണ്. Coarctation of the aorta is localized narrowing near the insertion of the ductus arteriosus. Localized narrowing. Ductus arteriosus എവിടെയാണ്? പൾമിനറി ആർട്ടറിയിൽ നിന്ന്, ഇവിടെ പൾമിനറി ആർട്ടറിയിൽ നിന്ന് അയോട്ടയിലേക്കുള്ളൊരു കണക്ഷനാണ് ഡക്ടസ് ആർട്ടീരിയോസസ്. ആ ഭാഗത്ത് നാരോയിങ് വരുന്നു, അതാണ് കൊയാട്ടേഷൻ ഓഫ് അയോട്ട. അപ്പോൾ അയോട്ടയിൽ നിന്ന് ഇങ്ങനെ ആവശ്യത്തിന് ബ്ലഡൊക്കെ ഉണ്ട്, ഇവിടെ വരുമ്പോൾ നാരോയിങ് വരുന്നു. നാരോയിങ് വരുമ്പോൾ ഇങ്ങോട്ടുള്ള ബ്ലഡ് കുറയുകയും ഈ ബ്ലഡ് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്, തിരിച്ചു പോവുകയും ചെയ്യുന്നു. തിരിച്ചു പോകുമ്പോൾ വീണ്ടും ഇവിടെ ഹൈപ്പർട്രോഫി വരുന്നു. ഓക്കെ, അപ്പോൾ അയോട്ടിക് സ്റ്റെനോസിസ് എന്ന് പറഞ്ഞാൽ, കൊയാട്ടേഷൻ ഓഫ് അയോട്ട എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് പെരിഫറൽ സർക്കുലേഷൻ കുറവായിരിക്കും. ബ്ലഡ് പ്രഷർ ഈസ് ഹയർ ഇൻ ദ അപ്പർ എക്സ്ട്രീമിറ്റി ദാൻ ഇൻ ദ ലോവർ എക്സ്ട്രീമിറ്റി. ഈ പേഷ്യൻറ്റിന് ഇങ്ങോട്ട് വരുന്ന ബ്ലഡ് എങ്ങോട്ടാണ്? ലോവർ എക്സ്ട്രീമിറ്റി. ഈ പേഷ്യൻറ്റിന് ഇങ്ങോട്ട് ബ്ലഡ് വരുന്നില്ല, കാരണം ഇവിടെ നാരോയിങ് ഉള്ളതുകൊണ്ട് ഈ ബ്ലഡ് തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോൾ ഇതിലേ പോകും, ബ്രെയിനിലേക്ക് പോകും, അപ്പർ എക്സ്ട്രീമിറ്റീസിലേക്കൊക്കെ ബ്ലഡ് കൂടുതൽ റഷ് ചെയ്യും. അതുകൊണ്ട് രണ്ട് ബ്ലഡ് പ്രഷറിൻ്റെ വ്യത്യാസം, അപ്പർ എക്സ്ട്രീമിറ്റി ബ്ലഡ് പ്രഷർ കൂടുതലും, ലോവർ എക്സ്ട്രീമിറ്റി ബ്ലഡ് പ്രഷർ കുറവും ആയിരിക്കും. ബൗണ്ടിങ് പൾസ് ഇൻ ദ ആം, വീക്ക് ഓർ ആബ്സെൻറ്റ് ഫെമറൽ പൾസ്. അപ്പോൾ പൾസ് എങ്ങനെയായിരിക്കും? ബൗണ്ടിങ് പൾസ് ഇൻ ദ ആം, കയ്യിലെ പൾസ് ഭയങ്കര ബൗണ്ടിങ് ആയിരിക്കും. പക്ഷേ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വീക്ക് ഫെമറൽ പൾസ്. ഫെമറൽ എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ടിൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത് നമുക്ക് പാൽപ്പബിൾ ആയിട്ടുള്ള പൾസ് ഫെമറൽ പൾസാണ്. ഈ ഫെമറൽ പൾസ് വീക്കായിരിക്കും, കാരണം അങ്ങോട്ട് കുറേശ്ശെ ബ്ലഡേ വരുന്നുള്ളൂ. ആൻഡ് കൂൾ ലോവർ എക്സ്ട്രീമിറ്റി മേ ബി പ്രസൻറ്റ്. അത് കഴിഞ്ഞ് ലോവർ എക്സ്ട്രീമിറ്റിയിലേക്ക് വരുമ്പോൾ വീണ്ടും ബ്ലഡ് കുറഞ്ഞ് വരുന്നത് കൊണ്ട് കൂളായിരിക്കും. കാരണം സർക്കുലേഷൻ കുറവായതുകൊണ്ടാണ്. സയൻസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ, സയൻസ് ഓഫ് സിംറ്റംസ് ഓഫ് കാർഡിയാക് ഔട്ട്പുട്ട്, ഇത് രണ്ടും അറിയുക. ചിൽഡ്രൻ മേ എക്സ്പീരിയൻസ് ഹെഡേക്ക്, ഡിസ്നെസ്, ഫെയിൻറ്റിങ്, എപ്പിസ്റ്റാക്സിസ് റിസൾട്ടിങ് ഇൻ ഹൈപ്പർ ടെൻഷൻ വരും. അപ്പർ എക്സ്ട്രീമിറ്റി ഹൈപ്പർ ടെൻഷൻ, അതുകൊണ്ടാണ് ഈ നോസ് ബ്ലീഡിങ് വരുന്നത്. പിന്നെ ഹെഡേക്ക്, ഡിസ്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇത് കൂടുതൽ ബ്ലഡ് പോകുന്നതുകൊണ്ടാണ്. മാനേജ്മെൻറ്റ് ഓഫ് ദ ഡിഫക്റ്റ് മേ ബി ഡൺ ബൈ എ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ഇൻ ചിൽഡ്രൻ ആൻഡ് റീസ്റ്റെനോസിസ് ക്യാൻ ഒക്കർ. ഓക്കെ, മീൻസ് യൂഷ്വലി ബലൂൺ ആൻജിയോപ്ലാസ്റ്റി, ബലൂൺ വന്നിട്ട് ഡയലേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താലും അങ്ങനെ ഒരു സൈറ്റിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് വീണ്ടും സ്റ്റെനോസിസ് വരാൻ ചാൻസ് ഉണ്ട്. സർജറി യൂഷ്വലി അനാസ്റ്റമോസിസ് ഒക്കെ ചെയ്യുന്നതാണ് സക്സസ്. Mechanical ventilation and medication to improve cardiac output are often necessary before surgery. Ventilation stabilize ചെയ്യാൻ വേണ്ടിയാണ്. Resection of the coarcted portion with the end-to-end anastomosis of the aorta or enlargement of the constrictor section using a graft may be required. Because the defect is outside the heart, cardiopulmonary bypass is not required. അപ്പം cardiopulmonary bypass വേണ്ട. കാരണം എന്നാണ്? ഹാർട്ട് പൾമണറി ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഈ കൺട്രാക്ഷൻ, ഐ മീൻസ് കാർഡിയാക് കൺട്രാക്ഷൻ
ഒരു മെഷീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഔട്ട്സൈഡ് ഹാർട്ട് ആയതുകൊണ്ട് ഈ കാർഡിയാക് പൾമണറി ബൈപ്പാസ് വേണ്ട. കൊയാട്ടേഷൻ ഓർത്തിരിക്കുക. തൊറാക്കോട്ടമി ഇൻസിഷൻ ഈസ് യൂസ്ഡ്. ഇതിലെന്താണ് ചെയ്യുന്നത്? ഈ സർജിക്കൽ മാനേജ്മെൻറ്റിൽ ബലൂൺ ഡയലേഷൻ ചെയ്താൽ റീസ്റ്റെനോസിസ് വീണ്ടും വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇത് ഇവിടുന്ന് കട്ട് ചെയ്യും, ഇവിടുന്നും കട്ട് ചെയ്യും. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്ത് വെക്കും. അതാണ് എൻഡ് ടു എൻഡ് അനാസ്റ്റമോസിസ്. റിസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കളയുക. അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ ഒരു ഗ്രാഫ്റ്റ് വെക്കും. ഈ ഭാഗത്ത് ഗ്രാഫ്റ്റ് വെച്ച് ഈ എൻഡ് ടു എൻഡ് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു. അതായത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു, എന്നിട്ട് ഇവിടെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ഒരു ഗ്രാഫ്റ്റ് വെച്ച് ഈ എൻഡും ഈ എൻഡും കൂടെ വെക്കും. ഇതാണ് യൂഷ്വലി സർജറി ആയിട്ട് ചെയ്യുന്നത്. With coarctation of aorta, the blood pressure is higher in the upper extremity than the ഞാൻ ഓൾറെഡി പറഞ്ഞു. In addition, bounding pulse in the arm, weak pulse in the femoral and cool extremity. ഇതെല്ലാം പറഞ്ഞതാണ്. അടുത്തതാണ് പൾമനറി സ്റ്റെനോസിസ്. അയോട്ടിക് സ്റ്റെനോസിസ്, coarctation of aorta. ഇനി പൾമനറി സ്റ്റെനോസിസ്. പൾമനറി സ്റ്റെനോസിസ് എന്ന് പറഞ്ഞാൽ പൾമനറി ആർട്ടറിയുടെ വാൽവിന് സ്റ്റെനോസിസ് ഉണ്ട്. അതായത് നാരോയിങ് ആണ്. പൾമനറി ആർട്ടറിയുടെ എന്ത് സംഭവിച്ചാലും ഓർത്തോണം ലങ്സിനാണ് ഇഷ്യൂ. കാരണം ഇത് ലങ്സിലേക്ക് പോകുന്ന ബ്ലഡാണ്. അയോട്ടയ്ക്ക് എന്ത് സംഭവിച്ചാലും കംപ്ലീറ്റ് ബോഡിക്കാണ് ഇഷ്യൂ. കാരണം അയോട്ട ബോഡിയിലേക്കാണ് കൊണ്ട് ബ്ലഡ് കൊടുക്കുന്നത്. പൾമനറി സ്റ്റെനോസിസ് ഇസ് നാരോയിങ് ഓഫ് ദ എൻട്രൻസ് ഓഫ് ദ പൾമനറി ആർട്ടറി. റെസിസ്റ്റൻറ്റ് ടു ബ്ലഡ് ഫ്ലോ കോസ് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ആൻഡ് ഡിക്രീസ്ഡ് പൾമനറി ബ്ലഡ് ഫ്ലോ. ഇതാണ് പൾമനറി സ്റ്റെനോസിസ്. പൾമനറി അയോട്ട ഇതിലെ പോകുന്നുണ്ട് റെഡ് കളർ, പൾമനറി ഈ ബ്ലൂ കളറിൽ വരുന്നതാണ്. ഇവിടെ സ്റ്റെനോസിസ് ആണ്. സ്റ്റെനോസിസ് വരുമ്പോൾ എന്തായിരുന്നു ഇതിലെ ബ്ലഡ് കറക്റ്റ് പോവില്ല. സോ ഇവിടെ ഹൈപ്പർട്രോഫി വരും. ദെൻ അതിനോടൊപ്പം ഡിക്രീസ്ഡ് പൾമനറി ബ്ലഡ് ഫ്ലോ, അതായത് ലങ്സിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നു. ദെൻ റൈറ്റ് വെൻട്രിക്കിൾ അല്ല, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഹൈപ്പോപ്ലാസ്റ്റി ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ ഹൈപ്പർട്രോഫി. റൈറ്റ് വെൻട്രിക്കിൾ വലുതാകുന്നു, അതായത് അവിടുന്ന് ബ്ലഡ് പോകുന്നില്ല. പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഹൈപ്പോപ്ലാസ്റ്റി വരുന്നത് ലങ്സിൽ നിന്ന് വരുന്ന ബ്ലഡ് ലെഫ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്. അങ്ങോട്ടുള്ള ബ്ലഡ് കുറയുന്നത് കൊണ്ട് അവിടെ ഹൈപ്പോപ്ലാസ്റ്റി വരാൻ ചാൻസ് ഉണ്ട്. അതായത് സൈസ് കുറഞ്ഞു വരും. പൾമിനറി അട്രീഷ്യ ഇസ് എക്സ്ട്രീം ഫോം ഓഫ് പൾമിനറി സ്റ്റെനോസിസ്. അട്രീഷ്യ എന്ന് പറഞ്ഞാൽ ഓപ്പണിങ്ങേ ഇല്ല, അത് എക്സ്ട്രീം ഫോമാണ്. അത് വളരെ സീരിയസ് സിറ്റുവേഷനാണ്. മർമർ പ്രസൻറ്റ് ഇൻഫൻറ്റ് ചൈൽഡ് സിംറ്റമാറ്റിക്. ചില സമയത്ത് സ്റ്റെനോസിസ് ആകുമ്പോൾ കുറച്ച് ബ്ലഡൊക്കെ പോകുമല്ലോ, അതുകൊണ്ട് ഇൻഫൻറ്റ് സിംറ്റമാറ്റിക് ആയിരിക്കും. കാരണം ഓക്സിജൻ ഡിമാൻഡ് കുറയുന്നത് കൊണ്ടാണ്. ന്യൂ ബോൺ വിത്ത് സിവിയർ നാരോയിങ് ആർ സൈനോട്ടിക്. സിവിയർ നാരോയിങ് എന്ന് പറയുന്നത് ഇതിൽ ഒട്ടും ബ്ലഡ് പോകുന്നില്ലെങ്കിൽ സൈനോട്ടിക് ആവും. കാരണം ലങ്സിൽ വന്ന് ഓക്സിജൻ വരുമ്പോഴാണല്ലോ സൈനോസിസ് ഇല്ലാതെ, അതായത് ഓക്സിജനേഷൻ. അപ്പോൾ ലങ്സിലേക്ക് ബ്ലഡ് പോകുന്നില്ല, പ്യൂരിഫിക്കേഷൻ അതായത് എക്സ്ചേഞ്ച് നടക്കാത്തതുകൊണ്ടാണ് സൈനോസിസ് വരുന്നത്. ഈ പൾമനറി സ്റ്റെനോസിസ് സീവിയർ ദെൻ കാർഡിയക് ഫെയിലറിലേക്ക് പോകും. സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് കാർഡിയാക് ഔട്ട്പുട്ട്. കുറഞ്ഞ കാർഡിയാക് ഔട്ട്പുട്ടിൻ്റെ സയൻസ് ഓഫ് സിംറ്റംസ് ആണ്. ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതായത് ഒന്നുകൂടി ഒന്ന് മനസ്സിലാകണമെങ്കിൽ 1-2 പ്രാവശ്യം കേട്ടാൽ ഇത് നന്നായിട്ട് മനസ്സിലാവും. മാനേജ്മെൻറ്റ്. ഡയലേഷൻ ഓഫ് ദ നാരോയിഡ് വാൽവ് മേ ബി ഡൺ ഡ്യൂറിങ് കത്തി. അതായത് നാരോയിഡ് വാൽവ് ഡയലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അടുത്ത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഇൻഫൻറ്റിനാണെങ്കിൽ ട്രാൻസ് വെൻട്രിക്കുലാർ വാൽവുലോട്ടമി പ്രൊസീജിയർ. ഇൻഫൻറ്റിന് വെൻട്രിക്കുലറിൽ കൂടെയുള്ള വാൽവുലോട്ടമി, അതിൽ കൂടെ ആ പ്രൊസീജിയറിൻ്റെ പേരാണ് വാൽവുലോട്ടമി, അതായത് ഓപ്പണിംഗ് ഓഫ് ദ വാൽവ് ചെയ്യും. ചിൽഡ്രൻ ആണെങ്കിൽ പൾമിനറി വാൽവുലോട്ടമി വിത്ത് കാർഡിയോ ബൈപ്പാസ്. കംപ്ലീറ്റ് ഹാർട്ടിൻ്റെ എല്ലാ മെഷീനിലേക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബൈപ്പാസ് ചെയ്യും. അടുത്തത് ഇപ്പോൾ ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്റ്റ് പഠിച്ചു. ഇനി അടുത്തത് പഠിക്കാനുള്ളതാണ് ഡിഫക്റ്റ് വിത്ത് ഡിക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ. നേരത്തെ ആദ്യത്തെ ഇൻക്രീസ്ഡ് ASD VSD AVSD. ഒബ്സ്ട്രക്ഷൻ അയോട്ടിക് സ്റ്റെനോസിസ്, കൊയാട്ടേഷൻ ഓഫ് അയോട്ട, പൾമനറി സ്റ്റെനോസിസ്. അടുത്തത് ഡിഫക്റ്റ് ഇൻ ഡിക്രീസ്ഡ് പൾമനറി ബ്ലഡ് ഫ്ലോ, അതായത് ലങ്സിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇല്ല. ലങ്സിലേക്ക് ബ്ലഡ് ഫ്ലോ ഉണ്ടെങ്കിൽ ആകെ ഇഷ്യൂ. കാരണം ലങ്സിലേക്ക് ബ്ലഡ് ഫ്ലോ ചെന്ന് ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റ് ചെയ്തിട്ട് ഹാർട്ടിലേക്ക് വന്നാലേ ഹാർട്ടിന് പമ്പിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിലും ബോഡിക്ക് എന്തെങ്കിലും യൂസ് ഉള്ളൂ. അപ്പോൾ ലങ്സിൻ്റെ എക്സ്ചേഞ്ചും ഓക്സിജനേഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഹാർട്ടിന് തന്നെ നറീഷ് ചെയ്യുന്ന കൊറോണറി ആർട്ടറീസ് ആണ്. അപ്പോൾ ലങ്സ് പ്യൂരിഫൈ ചെയ്തില്ലെങ്കിൽ ഹാർട്ടിന് ഇറ്റ്സെൽഫ് ബ്ലഡ് കിട്ടത്തില്ല. അങ്ങനെയും കാർഡിയക് ഫെയിലറിലേക്കും അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷനിലേക്കും. മയോകാർഡിയൽ ഇൻഫാക്ഷൻ ബേബീസിൽ റിപ്പോർട്ട് ചെയ്യാറില്ല, അതിലും സീരിയസ് സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ടാണ്. ഡിഫക്റ്റ് വിത്ത് ഡിക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ. Obstructed pulmonary blood flow and anatomical defect ASD between the right and left side of the heart are present. നമ്മൾ ഓൾറെഡി പറഞ്ഞു.
പ്രഷർ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ഈസ് ഇൻക്രീസ്. അപ്പോൾ ASD VSDക്കൊക്കെ ലെഫ്റ്റ് സൈഡിൽ ഹൈ പ്രഷർ. ഇനി ഡിക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഹൈ പ്രഷർ വരുമ്പോഴാണ് പ്രഷർ എക്സീഡിങ് പ്രഷർ ഓൺ ദ ലെഫ്റ്റ് സൈഡിനേക്കാൾ കൂടുതൽ റൈറ്റ് സൈഡിൽ വന്നാൽ എന്ത് ചെയ്യും? വിച്ച് അലോ ഡീസാച്ചുറേറ്റഡ് ബ്ലഡ് ടു ഷൻ to the right to left causing desaturation if the left side of the heart in the ഇതൊന്നും ഇത്രയൊന്നും അറിയണ്ട, ഞാൻ ജസ്റ്റ് ഈസി ആയിട്ട് പറയാം. ഈ ASD VSDക്കൊക്കെ ഹാർട്ടിൻ്റെ ഇങ്ങനെ ഹാർട്ടുണ്ട്, ഇവിടെ സെപ്റ്റം ഉണ്ട്, ഇവിടെ റൈറ്റ് ASD ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ് വാൽവാണ്. ഓക്കെ, ആദ്യം പറഞ്ഞ ASD VSDക്ക് അതായത് ഇൻക്രീസ്ഡ് പൾമനറി ബ്ലഡ് ഫ്ലോ. അപ്പോൾ ഇവിടുന്നാണ് ലങ്സിലേക്കുള്ള പൾമനറി ആർട്ടറി പോകുന്നത് അല്ലേ. സോ ഇവിടെ പ്രഷർ ഹൈ ആണ്, ഇവിടെ ലോ ആണ്. അപ്പോൾ ഇങ്ങോട്ട് ബ്ലഡ് കൂടുതൽ വരും. വരുമ്പോൾ ഇവിടുത്തെ ട്രൈകസ്പിഡ് വാൽവ് വഴി പൾമനറിയിലേക്ക് ഇഷ്ടംപോലെ ബ്ലഡ് പോകുന്നു, ലങ്സ് കൊളാപ്സ് ആകുന്നു. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രഷർ എവിടെയാണ് ഹൈ? പ്രഷർ ഹൈ ഇവിടെയാണ്, റൈറ്റ് സൈഡിലാണ്. അപ്പോൾ റൈറ്റ് സൈഡ് ഹൈ ആകുമ്പം ഈ ബ്ലഡ് എല്ലാം കൂടെ ഈ ഷണ്ടിൽ കൂടെ ഇങ്ങോട്ട് പോകും. എങ്ങോട്ടാണ്? ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിയുമ്പം ഈ റൈറ്റ് സൈഡിൽ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡാണ്. ഈ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് പൾമനറി ആർട്ടറി കൂടെ പോയി ലങ്സിൽ ചെന്ന് ഓക്സിജനേറ്റ് ചെയ്ത് ഇങ്ങോട്ടായിരുന്നു വരേണ്ടത് അല്ലേ. പക്ഷേ ASD VSD ഒക്കെ ഇങ്ങനത്തെ റിവേഴ്സ് ASD VSD ഒക്കെ ആണെങ്കിൽ ഇവിടെ പൾമനറി ആർട്ടറി കൂടെ പോകാതെ ഈ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ഓക്സിജൻ ലെസ് ബ്ലഡ് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്? അയോട്ടയുണ്ട്. അപ്പം ഈ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് അയോട്ടയിൽ കൂടെ ബോഡി കൂടേക്ക് പോകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സൈനോസിസ് ആണ്. ഇതാണ് ഡിക്രീസ്ഡ് പൾമിനറി ബ്ലഡ് ഫ്ലോയിഡ് വരുന്നത്. എസ്പെഷ്യലി ഹൈപ്പോക്സീമിയ സൈനോസിസ്. പേഷ്യൻറ്റ് സൈനോസിസ് ആണ്, കാരണം ലങ്സിലേക്ക് പോകേണ്ടതിന് പകരം ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു, ലെഫ്റ്റ് സൈഡിൽ നിന്ന് അയോട്ടയിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഓക്സിജൻ ഇല്ല, സൈനോസിസ് ആണ്, ഹൈപ്പോക്സീമിയ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്. ഇതാണ് ഈ കണ്ടീഷൻ. ഈ ഒബ്സ്ട്രക്റ്റഡ് ബ്ലഡ് ഫ്ലോ ടു ദ പൾമിനറി വരുന്ന ഫസ്റ്റ് കണ്ടീഷൻ ടെട്രോളജി ഓഫ് ഫാലറ്റ്. ടെട്രോളജി, ടോഫ് എന്നൊക്കെ പറയും. ടെട്രോളജി ഓഫ് ഫാലറ്റിൻ്റെ അത് 4 കണ്ടീഷൻസ് ആണുള്ളത്. 4 കണ്ടീഷനും അറിയണം. ഈ 4 കണ്ടീഷൻസ് VSD, ലാർജ് VSD വരും, പൾമിനറി സ്റ്റെനോസിസ് വരും, ഓവർ റൈഡിങ് അയോട്ട വരും, റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി വരും. ഇതാണ് ടെട്രോളജിയുടെ 4 കണ്ടീഷൻ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വായിക്കാം. ഈ പൾമിനറി വാസ്കുലാർ റെസിസ്റ്റൻസ് ഈസ് ഹയർ ദാൻ സിസ്റ്റമിക് റെസിസ്റ്റൻസ്. ദ ഷണ്ട് ഈസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഈ സിസ്റ്റമിക് റെസിസ്റ്റൻസ് ഈസ് ഹയർ ദാൻ ദ പൾമിനറി റെസിസ്റ്റൻസ്. ദ ഷണ്ട് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഈ പൾമിനറി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് സൈഡാണ് പൾമിനറി സൈഡ്, ലെഫ്റ്റ് സൈഡാണ് സിസ്റ്റമിക് സൈഡ്. പൾമിനറി സൈഡ് റെസിസ്റ്റൻസ് കൂടുതലാണ്, അവിടെ ഭയങ്കര റെസിസ്റ്റൻസ് ആണെങ്കിൽ ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകും. ഇനി സിസ്റ്റമിക്, അതായത് ലെഫ്റ്റ് സൈഡിലാണ് പ്രഷർ കൂടുതലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇൻഫൻറ്റിൻ്റെ അകത്ത് ഇൻഫൻറ്റ് മേ ബി അക്യൂട്ട്ലി സൈനോട്ടിക് അറ്റ് ബർത്ത്. അതായത് ടെട്രോളജി ഉള്ള ബേബീസ് സൈനോട്ടിക് ആയിരിക്കാം, ഓർ മൈൽഡ് സൈനോസിസ് ആയിരിക്കാം. പിന്നെ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് പ്രോഗ്രസീവ് സൈനോസിസ് വരാൻ ചാൻസ് ഉണ്ട്. അത് എപ്പോഴാണ്? പൾമനറി സ്റ്റെനോസിസ് വേഴ്സൺ ആകുമ്പോൾ. ക്യാരക്ടറിസ്റ്റിക്സ് മർമർ പ്രസൻറ്റ്, അക്യൂട്ട് എപ്പിസോഡ് ഓഫ് സൈനോസിസ് ആൻഡ് ഹൈപ്പോക്സിയ കോൾഡ് ബ്ലൂ. ഈ ഒറ്റ വേർഡ് പറയാം. ഇതിൻ്റെ അകത്ത് ഈ ടെട്രോളജി ഓഫ് ഫാലറ്റിൻ്റെ അത് അറിഞ്ഞിരിക്കണം 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൈനോസിസ് ബേബിക്ക് മേ ബി വരാം, അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഓക്സിജൻ ഡിമാൻഡ് വരുമ്പോൾ വരും. അത് കാരണം പൾമനറി സ്റ്റെനോസിസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഇതിനകത്ത് 4 കണ്ടീഷൻ ഉണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പൾമനറി സ്റ്റെനോസിസ് അതായത് ലങ്സിലേക്ക് പോകുന്നില്ലല്ലോ, അങ്ങനെ വരുന്നത് കൊണ്ട് ബേബിക്ക് ബ്ലൂ സ്പെൽസ് ഓർ ടെഡ് സ്പെൽസ് വരും. എന്തിൻ്റെ അകത്താണ്? ടെട്രോളജി ഓഫ് ഫാലറ്റിൻ്റെ അകത്ത് ടെഡ് സ്പെൽസ് വരുന്നത് എപ്പോഴാണ്? സൈനോസിസ് ഹൈപ്പോക്സിയ, അതായത് ഹൈപ്പോക്സിയ ഓക്സിജൻ ഒരുപാട് കുറയുമ്പോഴാണ് ടെഡ് സ്പെൽസ് വരുന്നത്. അതെപ്പോഴാണ്? ഓക്സിജൻ റിക്വയർമെൻറ്റ് ഈസ് എക്സീഡ് ദ ബ്ലഡ് സപ്ലൈ. ചില സന്ദർഭങ്ങളിൽ ബേബിക്ക് പെട്ടെന്ന് ഓക്സിജൻ ഡിമാൻഡ് കൂടി, അതായത് ബേബി കളിക്കാൻ പോയി, എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ബേബിക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ സ്ട്രെസ്സ് വന്നു, അല്ലെങ്കിൽ എപ്പോഴും കുറേ നേരം കരഞ്ഞു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഓക്സിജൻ്റെ ഡിമാൻഡ് കൂടും. ഈ ഓക്സിജൻ്റെ ഡിമാൻഡ് കൂടി, പക്ഷേ ബ്ലഡിന് ഒരു മിനിമം എമൗണ്ട് ഓക്സിജനേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഹൈപ്പോക്സി വരും. അതിനെയാണ് ടെഡ് സ്പെൽസ് ഓർ ബ്ലൂ സ്പെൽസ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി പറഞ്ഞു. ക്രൈയിങ്, ഫീഡിങ്, ഡിഫിക്കേറ്റിംഗ്, അതായത് കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടെങ്കിൽ ബേബി ഡിഫിക്കേറ്റിംഗ് സമയത്ത് കോൺസ്റ്റിപ്പേഷന് വേണ്ടി പ്രഷർ ചെയ്യും
വരില്ലേ, വത്സൽവ മാനുവർ എന്നൊക്കെ നമ്മൾ പല രീതിയിൽ പറയും. അങ്ങനെ പ്രഷർ വരും, അത് ഡിഫിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ ബേബിക്ക് ഓക്സിജൻ്റെ ഒരു ഡിമാൻഡ് കൂടുമ്പോൾ ഡെഡ് സ്പെൽസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഇൻഫൻറ്റിൻ്റെ കണ്ടീഷനാണ്. ഇനി ചിൽഡ്രൻ്റെ കണ്ടീഷൻ. അപ്പോൾ ചില ബേബീസിന് അത്യാവശ്യം ജീവിക്കാൻ പാകത്തിനൊക്കെ ഓക്സിജൻ ഉണ്ടെങ്കിൽ സർജറി കുറച്ച് ഡിലേ ചെയ്യാറുണ്ട്. ചിൽഡ്രൻ വിത്ത് ഇൻക്രീസ്ഡ് സൈനോസിസ്, സ്ക്വാട്ടിംഗ്, ക്ലബിംഗ് ഓഫ് ഫിംഗർ ആൻഡ് പൂർ ഗ്രോത്ത് മേ ബി പ്രസൻറ്റ്. ഇനി ബേബിക്ക് ഇൻക്രീസ്ഡ് സൈനോസിസ് വരും. സ്ക്വാട്ടിംഗ് പൊസിഷൻ, ഇങ്ങനെ ഇരുന്നിട്ട് ഉള്ളൊരു പൊസിഷനാണ്. ഇങ്ങനെ നമ്മൾ കണ്ടാണ് ഇങ്ങനെ മുട്ടുകുത്തിയിരുന്ന പോലെ, ഞാൻ വേറെ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടോ, സ്ക്വാട്ടിംഗ് പൊസിഷൻ, ഇങ്ങനെ ഇരിക്കുക, ഇരുന്നിട്ട് ഇങ്ങനെയാണ് കുത്തി പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നതിനെയാണ് സ്ക്വാട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. ക്ലബിംഗ് ഫിംഗേഴ്സ്, കൈയൊക്കെ ഇങ്ങനെ ഇച്ചിരി ഫിംഗേഴ്സൊക്കെ ഇങ്ങനെ ക്ലബ് ചെയ്തിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ടെട്രോളജിയുടെ സ്പെസിഫിക് ഫീച്ചേഴ്സാണ്. അതിൻ്റെ ഗ്രോത്ത് ഇല്ല, കാരണം ഓക്സിജൻ കുറവായതുകൊണ്ടാണ്. സ്ക്വാട്ടിംഗ് ഈസ് എ കോമ്പൻസേറ്ററി മെക്കാനിസം ആണ് ടു ഫെസിലിറ്റേറ്റ് ഇൻക്രീസ്ഡ് റിട്ടേൺ ഓഫ് ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട് ഫോർ ഓക്സിജനേഷൻ. കോമ്പൻസേറ്ററി അതായത് ഹാർട്ടിന് ആക്ച്വലി ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ സ്ക്വാട്ടിങ്, റിട്ടേൺ ഓഫ് ബ്ലഡ്, അതായത് കൊച്ചിങ്ങനെ മുട്ട് മടക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് വീനസ് റിട്ടേൺ വന്നിട്ട് ഹാർട്ടിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണിത്. ക്ലബിംഗ് ഈസ് ആൻ അബ്നോർമൽ എൻലാർജ്മെൻറ്റ് ഇൻ ദ ഡിസ്റ്റൽ ഫാലഞ്ചസ് സീൻ ഇൻ ദ ഫിംഗർ. അതായത് കൈവിരലിൻ്റെ നഖം ഇങ്ങനെ വലുതായിട്ടൊരു ബ്ലൂ കളറിലിരിക്കും. ഇതിനെയാണ് ക്ലബിംഗ് ഓഫ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. ഇനി ടെട്രോളജി ഓഫ് ഹാലത്തിൻ്റെ 4 കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 4 കണ്ടീഷനകത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പൾമിനറി സ്റ്റെനോസിസ്. ഇതാണ് പൾമിനറി ആർട്ടറി, പൾമിനറി സ്റ്റെനോസിസ്. അതായത് ഇവിടെ സ്റ്റെനോസിസ് ആണ്, പൾമിനറി സ്റ്റെനോസിസ്. ഈ പൾമിനറി സ്റ്റെനോസിസ് വരുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ ബ്ലഡ് ഫ്ലോ ഒരുപാട് കുറയും. ബ്ലഡ് ഫ്ലോ ഒരുപാട് കുറയുമ്പം യൂഷ്വലി ഇവിടെ ബ്ലഡ് ഫ്ലോ പറയുന്നത് പൾമനറിയിലേക്ക് ബ്ലഡ് പോകുന്നില്ല. അത് അന്നേരം ഈ റൈറ്റ് സൈഡ് എൻലാർജ് ആവും. അപ്പോൾ ഫസ്റ്റ് പൾമനറി സ്റ്റെനോസിസ്, മൂന്നാമത്തെ റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി, 1, 2 റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പൂൾ ചെയ്ത് കിടക്കുമ്പം ഇവിടുത്തെ പ്രഷർ ഇൻക്രീസ് വരും. അപ്പോൾ ഇവിടുന്ന് ബ്ലഡ് ഇങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി, അതാണ് VSD. അപ്പോൾ 3 പഠിച്ചു. പൾമിനറി സ്റ്റെനോസിസ്, അത് കാരണം റൈറ്റ് സൈഡ് എൻലാർജ് ചെയ്യുന്നു, റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി. ഈ ഹൈപ്പർട്രോഫി കാരണം എന്ത് സംഭവിക്കുന്നു? ലെഫ്റ്റ് സൈഡിലേക്ക് ഷണ്ട് വരുന്നു. ഇതിനെ VSD എന്ന് പറയുന്നു. അപ്പം 3. ഇനി ഓവർ റൈഡിങ് ഓഫ് അയോട്ട എന്ന് പറഞ്ഞാൽ ഈ അയോട്ട ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരേണ്ടത്, പൾമിനറി ആർട്ടറി റൈറ്റ് സൈഡിൽ നിന്നാണ് വരേണ്ടത്. പക്ഷേ ഓവർ റൈഡിങ് എന്ന് പറഞ്ഞാൽ ഈ അയോട്ട ഈ ലെഫ്റ്റിൽ നിന്ന് ഒരിച്ചിരി മാറി റൈറ്റിനും ലെഫ്റ്റിനും ഇടയിലേക്ക് കിടക്കുന്നു. അതായത് കുറച്ച് അതിൻ്റെ പൊസിഷൻ മാറിക്കിടക്കുന്നു. അതിനെയാണ് ഓവർ റൈഡിങ് ഓഫ് അയോട്ട എന്ന് പറയുന്നത്. സോ 4 കണ്ടീഷനുണ്ട്. പൾമിനറി സ്റ്റെനോസിസ്, മീൻസ് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, VSD, ഓവർ റൈഡിങ് ഓഫ് അയോട്ട. ഇതാണ് ടെട്രോളജി ഓഫ് ഹാലറ്റ്. ടെട്രോളജി ഓഫ് ഹാലറ്റ് കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട്, ബേബീസിന് ടെഡ് സ്പെൽസ് ഓർ ബ്ലൂ സ്പെൽസ് വരുന്നു. കാരണം ഓക്സിജൻ ഡിമാൻഡ് കൂടുമ്പോൾ സഡൻ ഓക്സിജൻ കുറയുന്നത് കൊണ്ടാണ്. അതിനുശേഷം ചിൽഡ്രന് വരുമ്പോൾ സ്ക്വാട്ടിംഗ് പൊസിഷൻ വരുന്നു, ക്ലബിംഗ് ഓഫ് ഫിംഗേഴ്സ് വരുന്നു. കാരണം ഓക്സിജൻ കുറയുന്നതുകൊണ്ടാണ്. സ്ക്വാട്ടിംഗ് പൊസിഷൻ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസമാണ്. സർജിക്കൽ മാനേജ്മെൻറ്റ്, ഇത് പല സ്റ്റെപ്പായിട്ടാണ് സർജറി ചെയ്യുന്നത്. പാലിയേറ്റീവ് ഷണ്ട്. The shunt increased pulmonary blood flow and increased oxygen saturation in infant who cannot undergo primary repair. ഇതിൻ്റെ അകത്ത് 3-4 രീതിയിൽ സർജറി ചെയ്യാറുണ്ട്. അപ്പോൾ സർജറിയുടെ ഇത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, പക്ഷേ ഞാനത് പറയാം. ഈ ബേബിക്ക് നമുക്ക് ആവശ്യം വേണ്ടത് പൾമിനറി ആർട്ടറിയുടെയാണ് ഏറ്റവും വലിയ ഇഷ്യൂ. പൾമിനറി ആർട്ടറിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഹാർട്ട് ഫെയിൽ ആവും. സോ അപ്പോൾ ലങ്സിലേക്ക് കുറച്ച് ബ്ലഡ് ഫ്ലോ വേണം. അതിനാദ്യം ഒരു കൊച്ചൊരു 6 മാസത്തിനുള്ളിൽ ഒരു ഷണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സബ്ക്ലേവിയൻ ആർട്ടറിയിൽ നിന്ന് നേരെ പൾമിനറി ആർട്ടറിയിലേക്ക് ഒരു കണക്ഷൻ. അതിനെയാണ് ബാലോക് ടസീസ് ഷണ്ട് എന്ന് പറയും. പൾമിനറി ആർട്ടറിയും, അതായത് സബ്ക്ലേവിയൻ മോളിലെ മീൻസ് അപ്പർ എസ്റ്റിമേറ്റീവ് പാർട്ടാണ്. അവിടെ ഓക്സിജനുള്ള ബ്ലഡുണ്ട്. കാരണം ഇൻഫീരിയർ വെയിൻ, സുപ്പീരിയർ വെയിനൊക്കെ ആ ഭാഗത്തൊക്കെ ഉള്ളതിൽ ഓക്സിജനുള്ള ബ്ലഡുണ്ട്. അതിനെ നേരിട്ട് പൾമിനറി ആർട്ടറിയിലേക്ക് കണക്ട് ചെയ്യും. അതുകൊണ്ട് എന്ത് വരും? ഈ റൈറ്റ് സൈഡിലേക്കുള്ള മീൻസ് വെൻട്രിക്കിളിലും ഏട്രിയത്തിലൊന്നും വരാതെ കുറേ ബ്ലഡ് പൾമിനറി ആർട്ടറിയിലേക്ക് പോകും. അത് കൊച്ചിന് 1 വയസ്സ് വരെ സർവൈവ് ചെയ്യാൻ ആ ഓക്സിജൻ മതി. അതിനെയാണ് ബാലോക് ടസീസ് ഷണ്ട് എന്ന് പറയുന്നത്.
അതിനുശേഷം ഉള്ള ഷണ്ടാണ് ഗ്ലെൻ ഷണ്ട്. ഗ്ലെൻ ഷണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ വീനേക്കാവേയും സുപ്പീരിയർ വീനേക്കാവേയും അല്ലെങ്കിൽ ഇൻഫീരിയർ വീനേക്കാവേയും ഇതിലേതെങ്കിലും ഒരു ലാർജ് വെയിൻ പൾമനറി ആർട്ടറിയിലേക്ക് കണക്ട് ചെയ്യും. നമുക്ക് ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് പോയി ഓക്സിജനേറ്റ് ചെയ്യുവാണല്ലോ വേണ്ടത്. അപ്പോൾ ഈ വെയിൻ ഇൻഫീരിയർ വീനേക്കാവ നേരിട്ട് പൾമനറി ആർട്ടറിയിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിനെ ബൈപ്പാസ് ചെയ്യുവാണ്, ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ ബൈപ്പാസ് ചെയ്തിട്ട് പോയി ഓക്സിജനേറ്റ് ചെയ്യും. ഇതിനാണ് ഗ്ലെൻ ഷണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷം ടോട്ടൽ റിപ്പയർ ആണ്. ടോട്ടൽ റിപ്പയർ പല രീതിയിൽ ചെയ്യും. ഒന്നുകിൽ ഇൻഫീരിയർ വീനേക്കാവേയും സുപ്പീരിയർ വീനേക്കാവേയും കൊണ്ട് നേരിട്ട് പൾമനറി ആർട്ടറിയിലേക്ക് ചെയ്യും, അല്ല ടോട്ടൽ കറക്ഷൻ. ടോട്ടൽ കറക്ഷൻ എന്ന് പറഞ്ഞാൽ പൾമനറി സ്റ്റെനോസിസ് കറക്റ്റ് ചെയ്യും, BSD ക്ലോസ് ചെയ്യും, അയോട്ട അതിൻ്റെ സ്ഥാനത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് സ്യൂച്ചർ ചെയ്ത് വെക്കും. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഓക്കെ ആവും. കാരണം പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് ഓക്കെ ആകുമ്പോൾ ഫ്ലോ ഓക്കെ ആകുമ്പോൾ ഓക്കെ ആകും. ഇതാണ് ടോട്ടൽ കറക്ഷൻ ഓഫ് ടെട്രോളജി ഓഫ് വാലറ്റ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു സർജറിയുടെയാണ്. ആദ്യം പൾമനറി ആർട്ടറി ഇവിടെ എന്താണ് സ്യൂച്ചർ ചെയ്ത് വെക്കും. അതിനുശേഷം BSD ഇങ്ങനെ സ്യൂച്ചർ ചെയ്ത് വെക്കും. അയോട്ട ഓവർ റൈഡിങ് ഉണ്ട്, അത് ഇങ്ങോട്ട് മാറ്റി വെക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓക്കെ ആവും. ഇത് ആക്ച്വലി ഒരു വലിയ പ്രോഗ്നോസിസ് കുറവുള്ളതല്ല, ഓക്കെ ഉള്ള ഒരു കണ്ടീഷനാണ്. നെക്സ്റ്റ് കണ്ടീഷനാണ് ട്രൈകസ്പിഡ് വാൽവ് അട്രീഷ്യ. ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള വാൽവാണ്. റൈറ്റ് സൈഡിൽ റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള 3 കപ്പുള്ള, അതാണ് 3 കപ്പുള്ള 3 ഫ്ലാപ്പുള്ള വാൽവാണ് ട്രൈകസ്പിഡ്. ആ വാൽവ് ക്ലോസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? റൈറ്റ് സൈഡിലേക്ക് ബ്ലഡ് വരികയില്ല, പൾമനറി ആർട്ടറിയിലേക്ക് ബ്ലഡ് പോകില്ല, അത്രേ ഉള്ളൂ. ട്രൈകസ്പിഡ് അട്രീഷ്യ ഈസ് ഫെയിലർ ഓഫ് ദ ട്രൈകസ്പിഡ് വാൽവ് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് നോ കമ്മ്യൂണിക്കേഷൻ എക്സിറ്റ് ഫ്രം ദ റൈറ്റ് ഏട്രിയം ടു ദ റൈറ്റ് വെൻട്രിക്കിൾ. അതായത് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്കുള്ള ഇതാണ് റൈറ്റ് വെൻട്രിക്കിൾ. ഇവിടെ ഒരു വാൽവുണ്ട്, ഈ വാൽവ് ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? താഴേക്ക് ബ്ലഡ് വരണം. ഇവിടെ നിന്നല്ലേ പൾമനറി ആർട്ടറി, അപ്പോൾ പൾമനറി ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് പോകില്ല. അതാണ് ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. Blood flow through the ASD or patent foramen ovale to the left side of the heart and through VSD to the right ventricle and out of the lung. The defect often is associated with the pulmonary stenosis and transposition of great arteries. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ഇതിലെ ബ്ലഡ് വരണം. ഇങ്ങനെ വരാത്ത സ്ഥിതിക്ക് ഇവിടെ ഒരു ഫൊറാമനോവാലയുണ്ട് അറ്റ് ബർത്തിൽ, അത് ചിലപ്പോൾ ക്ലോസ് ആകില്ല. അതിലെ അല്ലെങ്കിൽ ASD കൂടെ ബ്ലഡ് എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് ക്രോസ് ചെയ്യും, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഈ സൈഡിന് ഇഷ്യൂ ചെയ്തില്ല. ഈ സൈഡിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സെപ്റ്റം ഉണ്ടായിരുന്നു, ആ സെപ്റ്റം ആബ്സെൻ്റ് ആണ്, ഈ സെപ്റ്റം ഇല്ല. അപ്പം ഈ ബ്ലഡ് ഇവിടെ കംപ്ലീറ്റ് പൂൾ ചെയ്ത് കിടക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കുറേ ബ്ലഡ് ഇതിലേയും പോവും, കുറേ ബ്ലഡ് അയോർട്ടയിൽ കൂടെയും പോവും. അപ്പോൾ ഒരു സൈനോട്ടിക്കാണ്, അതായത് ബേബിക്ക് ഓക്സിജനേഷനൊക്കെ അയോർട്ട ഈ പൾമനറി ആർട്ടറിയൊക്കെ വലുതായതുകൊണ്ട് കൂടുതൽ ബ്ലഡ് പോകുന്നത് അയോർട്ടയിൽ കൂടെ ആയിരിക്കും. അപ്പോൾ അയോർട്ടയിൽ കൂടെ പോകുന്ന ബ്ലഡ് ഏതാണ്? ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ്. അങ്ങനെ സൈനോസിസ് വരും. റിസൾട്ട് ഇൻ കംപ്ലീറ്റ് മിക്സിംഗ് ഓഫ് അൺഓക്സിജനേറ്റഡ് ആൻഡ് ഓക്സിജൻ. നമ്മൾ കണ്ടു, രണ്ടും കൂടെ മിക്സാണ്. കംപ്ലീറ്റ് മിക്സിംഗ് ഓഫ് അൺഓക്സിജനേറ്റഡ് ആൻഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട്, റിസൾട്ടിങ് ഇൻ സിസ്റ്റമിക് ഡീസാച്ചുറേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അയോട്ടയിൽ കൂടെ പോകുന്നത് ബ്ലൂ ബ്ലഡാണ്, അതായത് ഓക്സിജൻ ഇല്ലാത്തത്. അപ്പോൾ സിസ്റ്റമിക്, അതായത് ബോഡിയിൽ മുഴുവൻ ഡീസാച്ചുറേഷൻ, സൈനോസിസ് വരും. പൾമനറി ഒബ്സ്ട്രക്ഷൻ, ഡിക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ, സൈനോസിസ്, ടെക്കിക്കാർഡിയ, ഡിസ്നിയ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അതർ ഓൾഡർ ചിൽഡ്രൻ എക്സിബിറ്റ് സൈൻ ഓഫ് ക്രോണിക് ഹൈപ്പോക്സിയ ആൻഡ് ക്ലബിങ് വരുന്നത് ഓക്സിജൻ കുറവായതുകൊണ്ടാണ്. ഇത് ആക്ച്വലി ഇച്ചിരി സീരിയസ് സിറ്റുവേഷനാണ്. ഇതിൻ്റെ സർജറി ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയായിരിക്കും പേഷ്യൻ്റ് വരുന്നത്. മാനേജ്മെൻറ്റ്, ദ ASD ഈസ് സ്മോൾ, ദ ഡിഫക്റ്റ് മേ ബി ക്ലോസ്ഡ് ഡ്യൂറിങ് കാർഡിയാക് കത്തീഡ്രൈസേഷൻ, അതർവൈസ് സർജറി ഈസ് നീഡഡ്. ക്ലബിങ് ഈസ് സിംറ്റം ഓഫ് ക്രോണിക് അപ്പോൾ ഇത് ഓർത്തോണം, ക്ലബിങ് ക്രോണിക് ഹൈപ്പോക്സിയ ഉണ്ടെങ്കിലാണ് വിരലിനൊക്കെ ഇങ്ങനെ ക്ലബിങ് വരുന്നത്. ദെൻ പെരിഫറൽ സർക്കുലേഷൻ ഇസ് ഡിമിനിഷ്ഡ്, ഓക്സിജനേഷൻ ആയ ഓർഗൻ ആൻഡ് ടിഷ്യൂ ഇസ് കോംപ്രമൈസ്ഡ്. നമുക്ക് ഓൾറെഡി മനസ്സിലായി, ഓക്സിജൻ കുറവായതുകൊണ്ടാണ്, ക്രോണിക്കായിട്ട് ഓക്സിജൻ കുറവായതുകൊണ്ടാണ് നെയിലിന് ചേഞ്ചസ് വരുന്നത്. ഇപ്പം നമ്മൾ 3 ടൈപ്പ് പഠിച്ചു. ഇനി മിക്സഡ് ഡിഫക്റ്റാണ്. മിക്സഡ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉള്ളതും ഓക്സിജൻ ഇല്ലാത്തതും ബ്ലഡ് കൂടെ യോജിപ്പിച്ച് വരുന്നത്, അതായത് മിക്സ് ചെയ്യുന്നത്.
ദ ഫുള്ളി സാച്ചുറേറ്റഡ് സിസ്റ്റമിക് ബ്ലഡ് ഫ്ലോ മിക്സ് വിത്ത് ഡീസാച്ചുറേറ്റഡ് ബ്ലഡ് ഫ്ലോ. അതായത് ഫുള്ളി സാച്ചുറേറ്റഡ്, നന്നായിട്ട് ഓക്സിജൻ ഉള്ള ബ്ലഡ് ഡീസാച്ചുറേറ്റഡ് ബ്ലഡായിട്ട് മിക്സ് ചെയ്യുന്നു, കോസിങ് ഡീസാച്ചുറേഷൻ ഓഫ് ദ സിസ്റ്റമിക്. അതുകൊണ്ട് അയോർട്ടയിൽ കൂടെയും ഈ ഓക്സിജൻ കുറവുള്ള ബ്ലഡ് പോകുന്നു. പൾമനറി കഞ്ചക്ഷൻ ഒക്കർ ആൻഡ് കാർഡിയാക് ഔട്ട്പുട്ട് ഡിക്രീസ്ഡ്. പൾമനറിക്ക് ഇഷ്യൂ വരുന്നു, കാർഡിയാക് ഔട്ട്പുട്ടും കുറയുന്നു. ഹാർട്ട് ഫെയിലിയറിൻ്റെ സിംറ്റംസ് ആണ് കാണുന്നത്. ഓരോ കണ്ടീഷൻസ് പറയാം. മിക്സഡ് ഡിഫക്റ്റിൻ്റെ ഓരോ കണ്ടീഷൻസ്. ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രം. ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് സൈഡിലെ ഹാർട്ട് ഹൈപ്പോപ്ലാസ്റ്റിക് ആണ്, സൈസ് കുറവാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ഒക്കർ റിസൾട്ടിങ് ഇൻ ഹൈപ്പോപ്ലാസ്റ്റി. അതായത് അത് അറ്റ് ബർത്തിലേ ഉള്ളതാണോ, ലെഫ്റ്റ് സൈഡിലെ ഹാർട്ട് ചെറുതായിട്ടിരിക്കുക, അതുകൊണ്ട് തന്നെ ഇഷ്യൂസ് വരും. ഇത് ദെൻ അയോർട്ടിക് എട്രീഷ്യ, അയോർട്ട വർക്ക് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ വരും. ബേബീസിന് ഇഷ്ടം പോലെ കണ്ടീഷൻസ് ഉണ്ട്. മൈൽഡ് സൈനോസിസ് ആൻഡ് സൈനോ ഹാർഡിയാക് ഫെയിലിയർ അണ്ടിൽ ദ ഡക്ടസ് ആർട്ടീരിയോസിസ് ക്ലോസ്ഡ്. ഈ അറ്റ് ബർത്തിൽ ബേബി സൈനോസ് അല്ലാത്തത് ഈ അയോർട്ടയ്ക്ക് ഇഷ്യൂ ഉണ്ടെങ്കിലും, അയോർട്ടയുടെ വാൽവിനാണ് ഇഷ്യൂ ഉണ്ടെങ്കിലും, പൾമറി ഈ ഡക്ടസ് ആർട്ടീരിയോസിസ് ഉള്ളത് കൊണ്ട് അയോർട്ടയിലേക്ക് ബ്ലഡ് പോകുന്നുണ്ട്, ഷണ്ടി വഴി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ബേബിക്ക് അറ്റ് ബർത്തിൽ വലിയ ഇഷ്യൂസ് വരാറില്ല. വൺസ് ആർട്ടീരിയോസിസ് ക്ലോസ് ആയി കഴിഞ്ഞാൽ ബേബി കംപ്ലീറ്റ്ലി സൈനോസിസ് പോകും. സോ കാർഡിയാക് കൊളാപ്സ് വരും, ബേബിക്ക് ഒട്ടും ബ്ലഡില്ല, സൈനോസിസ് വന്ന് ബേബിഷിന് മരിക്കുകയാണ് ചെയ്യുന്നത്. വിത്തൗട്ട് ഇൻ്റർവെൻഷൻ ദി ഡിഫക്റ്റ് ഈസ് ഫേറ്റൽ ഇൻ ഫസ്റ്റ് ഫ്യൂ മന്ത്. ഇൻ്റർവെൻഷൻ ഇല്ലെങ്കിൽ, അതായത് PDO ക്ലോസ് ആയി പോയാൽ ബേബീനെ സർവൈവ് ചെയ്യില്ല. ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രം ഒരു വലിയ സീരിയസ് സിറ്റുവേഷനാണ്. ഇങ്ങനെയുള്ള ബേബീസൊക്കെ ഉണ്ടായാൽ യൂഷ്വലി മരിക്കുകയാണ് ചെയ്യുന്നത്. റൈറ്റ് സൈഡ് ഇത്രയാണ്, ലെഫ്റ്റ് സൈഡിൽ ഒട്ടുമില്ല, സൈസേ ഇല്ല. അത് അണ്ടർ ഡെവലപ്ഡ് ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബേബിക്ക് പിന്നെ ഇവിടെ അയോർട്ടയ്ക്ക് സ്റ്റെനോസിസൂടെ വന്നു കഴിഞ്ഞാൽ ആകെ ഇഷ്യൂ. സ്റ്റെനോസിസൂടെ വന്നാൽ ദെൻ ബേബിക്ക് ഒട്ടും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് സർജറി ചെയ്താലും ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രം ഈ ലെഫ്റ്റിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനൊന്നും സാധിക്കാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോഗ്നോസിസ് വളരെ പൂറാണ്. സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഈസ് നെസസറി. ട്രാൻസ്പ്ലാന്റേഷനാണ്, കാരണം ലെഫ്റ്റ് സൈഡില്ല, കുറച്ചേ ഉള്ളൂ. അത് വലുതാക്കാനുള്ള സർജറി ഇല്ല. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനാണ് ഈ പേഷ്യൻറ്റിൻ്റെ ഏറ്റവും ഒരേ ഒരു സർജറി. പിന്നെ PDA ഡക്റ്റ് ക്ലോസ് ആകാതെ വെക്കുക. ഇവിടെ ഒരു ഡക്റ്റ് ഉണ്ടല്ലോ, ഈ കാണുന്ന ഡക്റ്റ്, ഇത് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഒട്ടും ബ്ലഡ് വരാതെ അപ്പം തന്നെ ബേബി മരിക്കും. അതുകൊണ്ട് ഇത് കഴിവതും ക്ലോസ് ആകാതെ വെക്കുക. അത് മാത്രമേ ഉള്ളൂ. എങ്കിലും ബേബീനെ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ്. നെക്സ്റ്റ്, ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് ആൻഡ് വെസൽസ്. ട്രാൻസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ 2 ഗ്രേറ്റ് ആർട്ടറിയും വെസൽസും ഏതാണ്? പൾമനറി ആർട്ടറിയും അയോർട്ടയാണ്. പൾമനറി ആർട്ടറി റൈറ്റിൽ നിന്നും അയോർട്ട ലെഫ്റ്റിൽ നിന്നുമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നു. അയോർട്ട ലെഫ്റ്റിൽ നിന്നും അപ്പോൾ എന്ത് വരും? ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ബോഡിയിലേക്ക് പോകും. പൾമനറി ആർട്ടറി റൈറ്റിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജൻ ഓൾറെഡി ഉള്ള ബ്ലഡ് വീണ്ടും ലങ്സിലേക്ക് പോയി വീണ്ടും ഓക്സിജൻ അവിടെ നിന്നാണല്ലോ വരുന്നത്. പക്ഷേ അത് ഇഷ്യൂ ആകും. Transposition of great arteries and vessels. The pulmonary artery leave the left ventricle and the aorta leave the right ventricle. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുക, അത്രേ ഉള്ളൂ. നോ കമ്മ്യൂണിക്കേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റമിക് ആൻഡ് പൾമനറി സർക്കുലേഷൻ. അപ്പോൾ സർക്കുലേഷനകത്തൊന്നും ഒരു ഫംഗ്ഷൻ നടക്കില്ല. ഇൻഫൻറ്റ് വിത്ത് മിനിമം കമ്മ്യൂണിക്കേഷൻ ആർ സിവിയർലി സൈനോട്ടിക്. ഭയങ്കര സീരിയസ് ആയിട്ട് സൈനോട്ടിക്കാണ്. അന്ന് തന്നെ അല്ലെ പിറ്റേ ദിവസം സർജറി ചെയ്യണം. PDA വെച്ചാണ് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകണത്. ഇൻഫൻറ്റ് വിത്ത് ലാർജ് സെപ്റ്റഡ് ഡിഫക്റ്റ് ഓർ PDA മേ ലെസ് സിവിയർലി സൈനോട്ടിക് ബട്ട് മേ സിംഡ്. PDA ഉണ്ട് അല്ലെങ്കിൽ PSD ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സർവൈവ് ചെയ്യാൻ പറ്റും. കാർഡിയോമെഗാലി ഈസ് എവിഡൻറ്റ് എ ഫ്യൂ വീക്സ് ആഫ്റ്റർ ബർത്ത്. ബേബീസ് വലിയ VSD ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ദിവസം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ കാർഡിയോമെഗാലി എക്സ്റേ കാണുമ്പോഴാണ് പിന്നെ ഇത് സസ്പെക്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ VSD ഒന്നും ഇല്ലെങ്കിൽ, VSD എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും കുറച്ച് മിക്സിങ് വരുമല്ലോ, അതുകൊണ്ടാണ് VSD ഇല്ലെങ്കിൽ പേഷ്യൻറ്റിന് അപ്പം തന്നെ സൈനോസിസ് വരും. അപ്പോൾ അന്ന് തന്നെയൊക്കെ സർജറി ചെയ്യും. ഇതാണ് ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് വെസൽസ്. ഇതിനകത്ത് യൂഷ്വലി ഇത് നോർമൽ കണ്ടീഷനകത്ത് പൾമനറി ആർട്ടറി എങ്ങോട്ടാണ്? ഇത് ഇങ്ങോട്ട് വരും, റൈറ്റ് സൈഡ്. അയോട്ട ഇതിൻ്റെ അപ്പുറത്ത് സൈഡാണ്, ലെഫ്റ്റ് സൈഡ് വരും. പക്ഷേ ട്രാൻസ്പൊസിഷൻ്റെ അകത്ത് എന്നാ ചെയ്യുന്നത്? ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഇത് കറക്റ്റ് കാണിച്ചിട്ടില്ല. ഈ അയോട്ട ഇവിടുന്ന് വരും, ഈ മീൻസ് എങ്ങോട്ടാണ്? പൾമനറി ആർട്ടറി ഈ ലെഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. നോൺ സർജിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ PDA ഓപ്പൺ ആക്കി വെക്കുക. PDA ഓപ്പൺ ആക്കി വെക്കാൻ പ്രോസ്റ്റാഗ്ലാൻഡിൻ അഡ്മിനിസ്റ്റർ ചെയ്യണം. ദെൻ ബലൂൺ ആർട്ടീരിയൽ സെപ്റ്റോപ്ലാസ്റ്റി ഡ്യൂറിങ് കാർഡിയാക് കത്തീറ്ററൈസേഷൻ മേ ബി പെർഫോം ടു ഇൻക്രീസ് ദ മിക്സിംഗ് ബോത്ത് സൈഡ്. ബലൂൺ ആർട്ടറിയൽ സെപ്റ്റോട്ടമി, അതായത് സെപ്റ്റം ഓപ്പണിംഗ് അല്ലെങ്കിൽ സെപ്റ്റം ഓപ്പൺ ചെയ്യുക, BSD ഉണ്ടാക്കുക. അതാണ് ഒരേ ഒരു ട്രീറ്റ്മെൻറ്റ്.
ഇനി സർജിക്കൽ മാനേജ്മെൻറ്റ്, അതായത് ഈ നോൺ സർജിക്കലി ചെയ്യുന്ന ബേബിക്ക് ഒരിക്കലും ആ സർജറീനെ ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ബേബി ഭയങ്കര വീക്കാണ്, പ്രീ ടൈം ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഡിസോർഡറൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്ന PG കൊടുക്കും. പിന്നെ ഇല്ലെങ്കിൽ കത്തീഡ്രൈസേഷൻ ഇട്ടിട്ട് കാർഡിയക് കത്തീഡ്രൈസേഷൻ ഇട്ട് BSD ഓപ്പൺ ആക്കും. സർജിക്കൽ മാനേജ്മെൻറ്റ് സ്വിച്ചിങ് ആണ്, ആർട്ടീരിയൽ സ്വിച്ചിങ്. അതെന്ന് വെച്ചാൽ ഈ അയോട്ട കട്ട് ചെയ്ത് അതിൻ്റെ സ്ഥാനത്തും പൾമനറി ആർട്ടറി കട്ട് ചെയ്ത് ഇപ്പുറത്തെ സ്ഥാനത്തും കൊണ്ട് വെക്കുക. ദ ആർട്ടീരിയൽ സ്വിച്ചിങ് പ്രൊസീജിയർ എന്ന് പറയും. റീ എസ്റ്റാബ്ലിഷ് നോർമൽ സർക്കുലേഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക. ദാറ്റ്സ് ഇറ്റ്. ടോട്ടൽ അനോമലസ് പൾമനറി വീനസ് റിട്ടേൺ, അതായത് ടോട്ടൽ അനോമലസ് പൾമനറി വീനസ് റിട്ടേൺ. പൾമനറി വീനസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ലങ്സിൽ നിന്നുള്ള വെയിൻ, പൾമനറി വെയിൻ, ഓക്സിജനുള്ള ബ്ലഡ് തിരിച്ചു വന്ന് ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നതിന് പകരം അതിലെ ഇതിലൊക്കെ പോകും, നേരെ അങ്ങോട്ട് വരില്ല. അതിനെയാണ് ടോട്ടൽ അനോമലസ്, ആകെ ഇഷ്യൂ ആണ് പൾമനറി വീനസ് റിട്ടേൺ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അത് നമുക്ക് നോക്കാം. ദ ഡിഫക്റ്റ് ഈസ് ദ ഫെയിലിയർ ഓഫ് ദ പൾമനറി വെയിൻ ടു ജോയിൻ ദ ലെഫ്റ്റ് ഏട്രിയം. ഫെയിലിയർ, നേരെ വന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരികയില്ല. അതിനെയാണ് ദ ഡിഫക്റ്റ് റിസൾട്ടിങ് ഇൻ മിക്സിംഗ് ബ്ലഡ് ബീൻ റിട്ടേൺ ടു ദ റൈറ്റ് ഏട്രിയം ആൻഡ് ഷണ്ട് ഫ്രം ദ റൈറ്റ് ടു ലെഫ്റ്റ് ത്രൂ ദ BSD. ഇത് മിക്സിങ് സംഭവിക്കും, കാരണം റൈറ്റ് സൈഡിലേക്ക് വരാതെ ലെഫ്റ്റ് ഏട്രിയത്തിൽ വരാതെ ഇത് എവിടെയാണ് പോകുന്നത് നമുക്ക് താഴെ കാണാം. റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ഹൈപ്പർട്രോഫീസ് വേർ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് റിമെയിൻ നോർമൽ. അതായത് ബ്ലഡ് ലെഫ്റ്റ് സൈഡിൽ പോകുന്നതിന് പകരം പൾമനറി ആർട്ടറി വീണ്ടും പൾമനറി വെയിൻ ഓക്സിജൻ ഉള്ളത് വീണ്ടും റൈറ്റിൽ തന്നെയൊക്കെ തിരിച്ചു വരും. അപ്പോൾ റൈറ്റ് സൈഡ് ഭയങ്കര എൻലാർജ് ആകും, ലെഫ്റ്റ് സൈഡ് നോർമലായിട്ട് തന്നെ ഇരിക്കും. കാർഡിയക് ഫെയിലിയറിൻ്റെ സയൻസ് ഓഫ് സിംറ്റംസ് ആണ് സൈനോസിസ് വേഴ്സൺ വിത്ത് പൾമനറി വെയിൻ ഒബ്സ്ട്രക്ഷൻ. ഈ ബ്ലഡ് കുറയുക അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ സംഭവിച്ചാൽ സൈനോസിസ് വരും. ദെൻ സിറ്റുവേഷൻ വളരെ ഫേറ്റൽ കണ്ടീഷനാവും. ഇതാണ് ടോട്ടൽ അനോമലസ് പൾമനറി വീനസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 എന്ന് പറഞ്ഞ 4 ക്ലാസിഫിക്കേഷനുണ്ട്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമനറി ആർട്ടറി ഇങ്ങനെ പോയി, ഇത് ലങ്സ് ഉണ്ട്, ഈ 2 സൈഡിലും ലങ്സ് ഉണ്ട്. ഈ ലങ്സിൽ നിന്ന് വരുന്നതാണ് ഇത് പൾമനറി വെയിൻ. 2 ലങ്സിൽ നിന്നും പൾമനറി വെയിൻ വരും. ഈ പൾമനറി വെയിൻ എങ്ങോട്ടായിരുന്നു കണക്ട് ചെയ്യേണ്ടത്? ഈ ലെഫ്റ്റ് ഏട്രിയത്തിൽ കണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടായിരുന്നു വരേണ്ടത്. പക്ഷേ അതിന് പകരം ഇതെന്ത് ചെയ്യുന്നു, ഇവിടുന്നും വന്നിട്ട് ഇത് ഒരു അബ്നോർമൽ കണക്ഷൻ വഴി എങ്ങോട്ടാണ് പോകുന്നത്? ഇത് സുപ്പീരിയർ വെയിന കവയിലേക്കാണ് പോകുന്നത്, SVCയിലേക്കാണ് പോകുന്നത്. അപ്പോൾ സുപ്പീരിയർ ഇത് കറക്റ്റായിട്ട് അബ്നോർമൽ ഒരു കണക്ഷൻ ഇതിൻ്റെ ഇടയിലുണ്ട്, ഒരു അബ്നോർമൽ, അത് സുപ്പീരിയർ വെയിനേക്കാവ് SVC നിന്ന് എങ്ങോട്ടാണ് വരുന്നത്? റൈറ്റ് സൈഡിലേക്കാണ്. റൈറ്റ് സൈഡ് വരുമ്പോൾ ഈ റൈറ്റ് സൈഡ് ഇങ്ങനെ എൻലാർജ് ആവും, ലെഫ്റ്റ് സൈഡ് അതുപോലെ നിൽക്കും. ഇത് ടൈപ്പ് 1, അതായത് സുപ്പീരിയർ വെയിനേക്കാവിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഈ പൾമനറി വെയിൻ ഇതുണ്ട്, ഈ 2 പൾമനറി വെയിൻ വന്ന് ഇവിടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നതിന് പകരം അത് നേരെ വന്നിട്ട് ഈ ഫൊറാമനോവാലെ അല്ലെങ്കിൽ ASD വഴി ഇങ്ങോട്ട് വന്നേക്കുവാണ്. അതും റൈറ്റ് സൈഡിൽ വന്നു, ലെഫ്റ്റിന് പകരം റൈറ്റിൽ വന്നു. അത് വിഷയം. ഈ ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ പൾമനറി ആർട്ടറി എന്ത് ചെയ്തേക്കുന്നത്, നേരെ IVCയിലേക്ക് വന്നതാണ്, ഇൻഫീരിയർ വെയിനേക്കാവയിലേക്ക് വന്ന് കണക്ട് ചെയ്തേക്കുവാണ്. ശരിക്കും ലെഫ്റ്റ് ഇവിടെയായിരുന്നു വരേണ്ടത്. സോ അടുത്തത് 4ാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ പൾമനറി വെയിൻ ഇതുപോലൊരു കണക്ഷൻ ഉണ്ട്, അതായത് ടൈപ്പ് 1 പോലെ ഒരു അബ്നോർമൽ കണക്ഷൻ വഴി SBCയിലും ഉണ്ട്, ടൈപ്പ് 3 പോലെ ഒരു അബ്നോർമൽ കണക്ഷൻ വഴി IVCയിലും ഉണ്ട്, ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ വെയിനേക്കാവയിലുണ്ട്. ഇതാണ് 4 ടൈപ്പ്. സർജിക്കൽ മാനേജ്മെൻറ്റ് കറക്റ്റീവ് സർജറിയാണ്. കറക്റ്റീവ് സർജറി ചെയ്യുക, പൾമനറി വെയിൻ അനാസ്റ്റമോസിസ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് സർജിക്കൽ കറക്ഷൻ, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ പൾമനറി വെയിൻ അനാസ്റ്റമോസിസ് ഇവിടെ വന്നു ഇങ്ങനെ കട്ട് ചെയ്യുക, കട്ട് ചെയ്തിട്ട് ഇതെല്ലാം ലൈഗേറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. പിന്നെ ഇവിടെ ASD ഉണ്ട്, ASD ക്ലോസ് ചെയ്യുക. ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ലൈഗേറ്റ് ചെയ്യുക. ഇതാണ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ ഒരു അബ്നോർമൽ കണക്ഷൻ കാണിച്ചേക്കുന്നതാണ്. ഇതിങ്ങോട്ട് വരുന്നതിന് പകരം ഇതിലേ പോയേക്കുന്നു. ട്രങ്കസ് ആർട്ടീരിയോസിസ് അടുത്ത കണ്ടീഷനാണ് ട്രങ്കസ് ആർട്ടീരിയോസിസ്. ട്രങ്കസ് ആർട്ടീരിയോസിസ് ഈ കണ്ടീഷൻസ് കുറേ പ്രാവശ്യം കേട്ടാൽ മാത്രമേ പഠിക്കുകയുള്ളൂ. ഇതൊരു കുറേ കണ്ടീഷൻസ് ഉണ്ട്, ഇത് ഇമ്പോർട്ടൻറ്റുമാണ്. പലപ്പോഴും ഇതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളതാണ്. ട്രങ്കസ് ആർട്ടീരിയോസിസ് ഇസ് എ ഫെയിലിയർ ഓഫ് ദ നോർമൽ സെപ്റ്റേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ദ എംബ്രിയോണിക് ബൾക്കാർ trunk into the pulmonary artery and aorta resulting in the single vessel. ട്രങ്കസ് ആർട്ടീരിയോസിസ് ഒറ്റ കാര്യം ഓർക്കുക, പൾമനറി ആർട്ടറിയും പൾമനറി അയോട്ടയും 2 അല്ല 1 ആയിട്ട് ഒലിക്കുന്നു.
അത്ര ഓർത്താൽ മതി. ഇതൊന്നും പറഞ്ഞ ആവശ്യമില്ല. ട്രങ്കസ് ആർട്ടീരിയോസസ്, ദെയർ ഇസ് നോ സെപ്പറേറ്റ് അയോട്ട ആൻഡ് പൾമണറി ആർട്ടറി, ബോത്ത് മീൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ടുഗദർ, ഒരു വലിയൊരു വെസലായിട്ട് ഡെവലപ്പ് ആയേക്കുന്നതാണ്. ബ്ലഡ് ഫ്രം ബോത്ത് വെൻട്രിക്കിൾ മിസ്സിങ് ദ കോമൺ ഗ്രേറ്റ് ആർട്ടറി, ഒരൊറ്റ ഒരു ആർട്ടറിയേ ഉള്ളൂ, കോസിങ് ഡീസാച്ചുറേഷൻ ആൻഡ് ഹൈപ്പോക്സിയ. അതുകൊണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത്, ലങ്സിൽ പോകണോ അത് പോകണോ കൺഫ്യൂഷനാണ്. മർമറുണ്ട്. ഇൻഫൻറ്റ് എക്സ്ബിറ്റ് മോഡറേറ്റ് ടു സിവിയർ ഹാർട്ട് ഫെയിലിയർ ആൻഡ് ഗ്രോത്ത് ഒന്നുമില്ല. ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഇല്ല. ബേബീസ് വളരെ റിട്ടാർഡഡ് ആയിരിക്കും. കാരണം ഓക്സിജൻ കുറയുമ്പോഴാണ് ഹാർട്ടിന് ഫങ്ഷൻ ഇല്ലല്ലോ, കുറവാണല്ലോ. സർജിക്കൽ മാനേജ്മെൻറ്റ്, കറക്റ്റീവ് സർജറി, റിപ്പയർ ചെയ്യുക ഇൻ ദ ഫസ്റ്റ് ഫ്യൂ മന്ത്സ് ഓഫ് ലൈഫ്. ആദ്യം തന്നെ കറക്റ്റ് ചെയ്യുക. ആദ്യത്തെ കുറേ കാലം കുഴപ്പമില്ല. ഇതാണ് ഇത് അയോട്ടയും പൾമണറി ആർട്ടറിയും കൂടെ രണ്ടും ഒന്നിച്ച് വന്നേക്കുവാണ്. ഇത് അപ്പോൾ ഈ മിക്സിങ്, അപ്പോൾ ഇവിടുന്ന് കുറച്ച് ലങ്സിലൊക്കെ പോവും. ലങ്സിൽ ഇതിലെ വരും, ഇവിടെ വരും, ഇതിൽ വരും, പൾമണറി ആർട്ടറി കൂടെ പോവും, ഇതിലും പോവും. കൊച്ചിന് കുറേ ഒരു വയസ്സ് വരെ അല്ലെങ്കിൽ 1 മാസം വരെ 2 മാസം വരെ ജീവിക്കാനുള്ള ഓക്സിജൻ ഇതിൽ നിന്ന് കിട്ടും. ഇതാണ് ട്രങ്കസ് ആർട്ടീരിയോസസ്. ഇത് സർജറിയും സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ഓരോ പോർഷനൊക്കെ എടുത്ത് വെച്ച് രണ്ടും രണ്ടാക്കി വെക്കും. ഇൻ്റർവെൻഷൻ ഇനി കുറച്ച് നമുക്ക് ജനറലായിട്ടാണ്. കാർഡിയോവാസ്കുലർ ഡിഫക്റ്റിൻ്റെ ഇൻ്റർവെൻഷനാണ്. ഇത് എല്ലാ ഡിഫക്റ്റും പഠിച്ചു. എല്ലാ ഡിഫക്റ്റിൻ്റെയും ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിയോ ഫെയിലിയർ പോലെയാണ്. പിന്നെ എന്താണ്, കാർഡിയക് ഔട്ട്പുട്ട് കുറയുന്നതിൻ്റെ സയൻസ് സിംറ്റംസ് ആണ്. പിന്നെ കൊയാട്രേഷൻ ഓഫ് അയോട്ടയ്ക്ക് മാത്രം കാർഡിയോ പൾമണറി ബൈപ്പാസ് സർജറി ഇല്ല, കാരണം ഇത് ഹാർട്ടിന് പുറത്താണ്. ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് ഓർക്കണം, എല്ലാ കേസസും നോക്കണം. ഇനി മെയിനായിട്ടുള്ള കാർഡിയോവാസ്കുലർ ഡിഫക്റ്റിൻ്റെ ഇൻ്റർവെൻഷൻ, മോണിറ്റർ ഫോർ സയൻസ് ഓഫ് കാർഡിയാക് ഡിഫക്റ്റ്, വൈറ്റസ് സയൻസ് ക്ലോസിലി, റെസ്പിറേറ്ററി സ്റ്റാറ്റസ് നോക്കണം. ദെൻ റെസ്പിറേറ്ററി സ്റ്റാറ്റസ് എങ്ങനെയാണ് നോക്കുന്നത്, നേസൽ ഫ്ലെയറിങ്, യൂസ് ഓഫ് അസസറി മസിൽസ്, റെസ്പിറേറ്ററി ഡിസ്ട്രസ്, ഇതെങ്ങനെയൊക്കെ നോക്കണം. ഇതുണ്ടെങ്കിൽ പീഡിയാട്രിഷ്യനോട് ഇൻഫോം ചെയ്യുക. ഓസ്കുൾട്ടേറ്റ് ബ്രെത്ത് സൗണ്ട്, ക്രാക്കിൾ, റോങ്കൈ ആൻഡ് വീസിങ്. ലങ്സിൻ്റെ അകത്തേക്ക് ഓവർ ബ്ലഡ് ഫ്ലോ വരുമ്പോഴാണ് ക്രാക്കിൾ സൗണ്ട്, റോങ്കൈ, വിസിറ്റ്സ്. ASD, VSD, AVSD, PDA ഇതിനെല്ലാം പൾമണറിയിലേക്ക് ഒരുപാട് ബ്ലഡ് പോകും, ഈ ക്രാക്കിൾ സൗണ്ട് വരും. ഇങ്ങനെ ഉണ്ടെങ്കിലും റെസ്പിറേറ്ററി ഡിഫക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇത് സൂക്ഷിക്കണം. ഇഫ് റെസ്പിറേറ്ററി എഫേർട്ട് ഈസ് ഇൻക്രീസ്ഡ്, പ്ലേസ് ദ ക്ലയൻറ്റ് ഇൻ ചൈൽഡിനെ റിവേഴ്സ് ടെൻഡർബർഗ് പൊസിഷൻ. റിവേഴ്സ് ടെൻഡർബർഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ, ടെൻഡർബർഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ തല താഴേക്ക് ഇടുക. അപ്പോൾ റിവേഴ്സ് ടെൻഡർബർഗ് എന്ന് പറഞ്ഞാൽ തല മുകളിലേക്ക് പോകുക. അപ്പോൾ പിന്നെ ഓർക്കും ഫൗളേഴ്സ് പൊസിഷൻ അല്ലേ എന്ന്. ഫൗളേഴ്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഇരുന്നിട്ട് ഇവിടെ ബാക്ക് ട്രങ്ക് ഉയർത്തി വെക്കുന്നതിനെയാണ് ഫൗളേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത്. റിവേഴ്സ് സൈസിൽ ടെൻഡർബർഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നിട്ടല്ല, കറക്റ്റായിട്ട് താഴേക്ക് തല താഴേക്ക് വെക്കുന്ന പോലെ തന്നെ പൊക്കി വെക്കുക. അതായത് ഈ ഹിപ്പ് ജോയിൻറ്റിൻ്റെ അവിടെ ഒരു മടക്ക് അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് പൊസിഷനിൽ നിന്ന് ട്രങ്കല്ല, കംപ്ലീറ്റ് തല മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അതായത് പെരിഫറിയിലേക്ക് താഴെ വരെയുള്ള സർക്കുലേഷനും ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് പോകണം. അഡ്മിനിസ്റ്റർ ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ, പ്രൊവൈഡ് എൻഡോട്രക്കിൽ ട്യൂബ് ആൻഡ് വെന്റിലേറ്റർ, അതായത് വെന്റിലേറ്റ് ദ ബേബി, മോണിറ്റർ ഹൈപ്പർ സൈനോട്ടിക് സ്പെൽസ്, എന്തെങ്കിലും സൈനോട്ടിക്സ് പെട്ടെന്ന് കൂടുന്നുണ്ടോ, അതായത് ആക്ടിവിറ്റി വരുമ്പോൾ അങ്ങനെ നോക്കുക. കാർഡിയാക് ഫെയിലിയറിൻ്റെ സയൻസ് സിംറ്റംസ് നോക്കുക. പെരിഫറൽ പൾസ് നോക്കുക. ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻസ് നോക്കണം. മോണിറ്റർ ഇൻടേക്ക് ഔട്ട്പുട്ട്, നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ ജസ്റ്റ് റിപ്പീറ്റേഷനാണ്. ഡെയിലി വെയിറ്റ്, ന്യൂട്രീഷൻ, ഹൈ കാലറി ഡയറ്റാണ് കൊടുക്കേണ്ടത്. ബേബീസിന് ഒരു ഡയറ്റ് റെസ്ട്രിക്ഷൻസും ഇല്ല. ലോ സോൾട്ട്, നമ്മൾ ഓർക്ക് എഡീമയല്ലേ സോൾട്ട് കുറച്ചേക്കാം, ഇല്ല, നോർമൽ സോൾട്ടാണ് കൊടുക്കേണ്ടത്. ഹൈ കാലറി ഡയറ്റ് കൊടുക്കണം. കൊച്ചിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അഡ്മിനിസ്റ്റർ മെഡിക്കേഷൻസ്, പ്ലാൻ ഇൻ്റർവെൻഷൻ മീൻസ് ബേബിയുടെ കൂടുതൽ റെസ്റ്റ് കിട്ടുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക. ദെൻ പേരൻസിൻ്റെയും ബേബിനെയൊക്കെ കാർഡിയക് കത്തീഡ്രൈസേഷന് പ്രിപ്പയർ ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞ മാനേജ്മെൻറ്റാണ്. കാർഡിയക് കത്തീഡ്രൈസേഷൻ എന്താണെന്ന് പറയാം. നമുക്കറിയാം, ഇൻവേസീവ് പ്രൊസീജിയറാണ് ടു ഡിറ്റർമൈൻ ദ കാർഡിയാക് ഡിഫക്റ്റ്. ദെൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഓക്സിജൻ സാച്ചുറേഷൻ ഓഫ് ബ്ലഡ്. ഇതിൻ്റെ എല്ലാത്തിനും കാർഡിയക് കത്തീഡ്രൈസേഷൻ ബേബീസിൻ്റെ ഒരു പ്രൊസീജിയറാണ്. ദെൻ ഡയഗ്നോസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ പ്രിവെൻഷന് വേണ്ടിയിട്ട്, അതായത് ASD ക്ലോസ് ചെയ്യുക, VSD ക്ലോസ് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യാവുന്നതാണ്. ഡയഗ്നോസ്റ്റിക് ഒക്കെയാണ് ഔട്ട് പേഷ്യൻറ്റ് ബേസിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രൊസീജിയറാണ്. പീഡിയാട്രിക് കാർഡിയാക് സെക്ഷനിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ദെൻ റിസ്ക് ഫോർ ഹെമറേജ് ഉണ്ട്, അതിനനുസരിച്ചുള്ള മാനേജ്മെൻറ്റ് ചെയ്യുക. ദെൻ പ്രൊസീജിയർ, പ്രീ പ്രൊസീജിയർ നഴ്സിംഗ് ഇൻ്റർവെൻഷൻ, അസസ് ഹൈറ്റ് വെയ്റ്റ് വിത്ത് ഹെൽപ്പ് ദ സെലക്ഷൻ ഓഫ് കറക്റ്റ് കത്തീഡ്രൽ. അതായത് കത്തീഡ്രൽ കളക്ട് ചെയ്യുന്ന ബേബീസിൻ്റെ കാത്തീറ്റർ സെലക്ട് ചെയ്യുന്നത് ഒരു കോമൺ കാത്തീറ്റർ അല്ല, ബേബിയുടെ ഹൈറ്റൊക്കെ അനുസരിച്ചാണ് ഹൈറ്റ്. പിന്നെ വെയിറ്റ് മെഷർ ചെയ്യും, ഷോൾഡറിൽ നിന്ന് ആ സൈറ്റിലേക്കുള്ള ലെന്തൊക്കെ വെച്ചിട്ടാണ്, അങ്ങനെ മെഷർ ചെയ്തിട്ടാണ് കാത്തീറ്റർ യൂസ് ചെയ്യുന്നത്.
ദെൻ എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇൻഫെക്ഷൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്, ഡയപ്പർ റാഷ് ഒക്കെ ചെക്ക് ചെയ്യണം. ദെൻ ചെക്ക് ബൈലാറ്ററൽ പൾസ്, എസ്പെഷ്യലി ഡോർസാലിസ് പെഡിസ് ആൻഡ് പോസ്റ്റീരിയൽ ടിബിയൽ പൾസ് ചെക്ക് ചെയ്യുക. ബേസ് ലൈൻ ഓക്സിജൻ സാച്ചുറേഷൻ എടുക്കണം. ദെൻ ഹോസ്പിറ്റൽ പ്രൊസീജിയർ ഓൾറെഡി പേരൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ദെൻ എഡ്യൂക്കേറ്റ് ദ ചൈൽഡ്, ബേബി ഓക്കെ ആണെങ്കിൽ, അത്ര ഏജ് ആണെങ്കിൽ ഈ പ്രൊസീജിയറൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യണം. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ ഇതിൻ്റെ അകത്ത് പറയുന്നത്. ദെൻ പേഷ്യൻറ്റിൻ്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അലോ പേരൻറ്റ് ആൻഡ് ചൈൽഡ് ടു വെർബലൈസ് ദെയർ കൺസേൺ. പോസ്റ്റ് പ്രൊസീജിയർ നഴ്സിംഗ് ഇൻ്റർവെൻഷൻ, മോണിറ്റർ, കാർഡിയാക് മോണിറ്റർ, ഓക്സിജൻ 4 hours ആഫ്റ്റർ പ്രൊസീജിയർ, കണ്ടിന്യൂസ് ചെക്ക് ചെയ്യണം 4 hours വരെ. ദെൻ അസസ് പൾസ് ബിലോ ദ കത്തീഡ്രൽ സൈറ്റ് ഫോർ പ്രസൻസ് ഓഫ് ഈക്വാലിറ്റി ആൻഡ് സിമെട്രി. കത്തീഡ്രൽ സൈറ്റിൻ്റെ താഴേക്കുള്ള പൾസാണ് ഇമ്പോർട്ടൻറ്റ്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്ന് അറിയാനാണ്. ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക, എക്സ്ട്രീമിറ്റീസിൻ്റെ കൂൾ ബോഡി ആണെങ്കിൽ താഴേക്കുള്ള പെർഫ്യൂഷൻ കുറവാണ് എന്നാണ് അർത്ഥം. മോണിറ്റർ വൈറ്റൽ സൈൻ എവറി 50 minutes ഫോർ 4 times, ഹാഫ് അവർ ഫോർ 4 times ആൻഡ് എവരി അവർലി ഫോർ 4 times. 50 minutes 4 hours 4 പ്രാവശ്യം, ഹാഫ് അവർ 4 പ്രാവശ്യം, പിന്നെ അവർലി 4 പ്രാവശ്യം ചെയ്യണം. ഇവിടെ നമ്മൾ പറഞ്ഞത് ഓക്സിജൻ മോണിറ്റർ കൊടുക്കണം. സാച്ചുറേഷൻ 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്യണം. അസസ് ദ പ്രസൻസ് ഓഫ് ഡ്രസ്സിങ് ഇൻടാക്റ്റ് ഓർ എന്തെങ്കിലും ഹെമറേജ് ഉണ്ടോ, ഇൻടാക്റ്റ് ആണോ എന്ന് നോക്കണം. ദെൻ ചെക്ക് ദ ബെഡ്ഷീറ്റ് അണ്ടർ ദ എക്സ്ട്രീമിറ്റി ഫോർ ബ്ലഡ്, അതായത് ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് നോക്കുക. ഈ ബ്ലീഡിംഗ് ഈസ് പ്രസൻറ്റ്, കണ്ടിന്യൂസ് ഡയറക്റ്റ് പ്രഷർ ഓർ ഡയറക്റ്റ് കത്തീഡ്രൽ സൈറ്റിൽ ഡയറക്റ്റ് പ്രഷർ അപ്ലൈ ചെയ്യുക. ദെൻ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്യണം. ഇമ്മൊബിലൈസ് ദ അഫക്റ്റഡ് എക്സ്ട്രീമിറ്റി ഇൻ എ ഫ്ലാറ്റ് പൊസിഷൻ ഫോർ അറ്റ്ലീസ്റ്റ് 4 to 6 hours ഫോർ വീനസ് എൻട്രി സൈറ്റ് ആൻഡ് 6 to 8 hours ഫോർ ആർട്ടീരിയൽ എൻട്രി സൈറ്റ്. അപ്പോൾ അതായത് ഇമ്മൊബിലൈസ്, ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. എക്സ്ട്രീമിറ്റി ഫ്ലാറ്റായിട്ട് 4 മുതൽ 6 മണിക്കൂർ വരെ എന്താണ് വെയിനിൽ കൂടെയുള്ള കത്തീഡ്രൈസേഷൻ. ആർട്ടറി കൂടെ ആണെങ്കിൽ 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഇമ്മൊബിലൈസ് ചെയ്യണം. ഹൈഡ്രേറ്റ് ദ ചൈൽഡ് വയ ഓറൽ IV റൂട്ട് അല്ലെ ബോത്ത് റൂട്ട്. അസറ്റാമിനോഫിൻ ഓർ ബ്രൂഫൻ ക്യാൻ ബി പ്രിസ്ക്രൈബ്ഡ് ഫോർ പെയിൻ. ദെൻ പ്രിപ്പയർ ദ പാരൻറ്റ് ആൻഡ് ചൈൽഡ് ഫോർ സർജറി. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതായത് സർജറി ആവശ്യമുണ്ടെങ്കിൽ കത്തീഡ്രൈസേഷൻ ചെയ്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദ സർജറിയും വേണോ എന്ന് തീരുമാനിക്കുന്നത്. ഡിസ്ചാർജ് ടീച്ചിങ് ഫോർ ദ ചൈൽഡ് ആൻഡ് പാരൻറ്റ്. റിമൂവ് ദ ഡ്രസ്സിങ് ഓൺ ദ ഡേ ആഫ്റ്റർ ദ പ്രൊസീജിയർ. അപ്പോൾ ഇതൊക്കെ ഓക്കെയാണ്. ഡ്രസ്സിങ് ചെക്ക് ചെയ്യുന്നത് ഡേ ആഫ്റ്റർ ദ പ്രൊസീജിയർ. ദ കവർ സൈറ്റ് വിത്ത് അഡ്ഹേസീവ് ബാൻഡേജ് ഫോർ മിനിമം 2 days. അതിനുശേഷം ഡ്രസ്സിങ്, ആ വലിയ ഡ്രസ്സിങ് വെച്ച് അതെടുത്ത് മാറ്റി വെച്ച് ഒരു അഡ്വേഴ്സീവ് ബാൻഡേജ് വെച്ച് 2 ദിവസത്തേക്ക് കവർ ചെയ്ത് വെക്കാം. സൈറ്റിൽ കൂടി ഇൻഫെക്ഷൻ കയറാൻ ചാൻസ് ഉണ്ട്. എ ന്യൂ ബാൻഡേജ് അപ്ലൈ ഈച്ച് ഡേ. 2 ദിവസമുണ്ട്, അപ്പോൾ ഓരോ ദിവസം പുതിയ പുതിയ ബാൻഡേജ് ബേബീസിന് വെക്കണം. കീപ് ദ സൈറ്റ് ക്ലീൻ ആൻഡ് ഡ്രൈ. അവോയ്ഡ് ടബ് ബാത്ത് ഫോർ 2 to 3 days. അപ്പം 2 ദിവസം, അതായത് 3 ദിവസം വരെ ടബ് ബാത്ത് അവോയ്ഡ് ചെയ്യണം. മേ ഷവർ 1 day പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി. ഷവർ ഒരു ദിവസത്തിന് ശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഓക്കെ. ഒബ്സർവ് ഫോർ റെഡ്നെസ്, എഡിമ, ഡ്രെയിനേജ്, ബ്ലീഡിങ്, ഫീവർ ആൻഡ് റിപ്പോർട്ട്. റെഡ്നെസ്, എഡിമ, ഡ്രെയിനേജ്, ഇതൊക്കെ ഒരു ഇതാണ്. പ്രൊസീജിയർ അഡ്വേഴ്സ് 2 ദിവസം വെക്കണം, ഓരോ ദിവസം മാറ്റണം, ഡ്രൈ ആയിരിക്കണം. ടബ് ബാത്ത് 3 days അവോയ്ഡ് ചെയ്യണം. ഷവർ വേണമെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് വേണേൽ എടുക്കാം. ദെൻ അവോയ്ഡ് സ്ട്രെസ്ഫുൾ വർക്ക്. ചൈൽഡ് മേ റിട്ടേൺ സ്കൂൾ. വൺസ് ഓക്കെ ആണ് ബേബിക്ക് സ്കൂളിൽ പോകാം നോർമലായിട്ട്. ഡയറ്റ് എന്ത് ഡയറ്റോ അത് കൊടുക്കുക. ഹൈ കാലറി റെക്കമെൻഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഫീവറും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അസറ്റാമിനോഫൻ പെയിനോ ഫീവറിനോ ഒക്കെ കൊടുക്കുക. ഫോളോ അപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് വിടുക. കാർഡിയാക് സർജറിയുടെ വാട്ട് ആർ ദ ഒബ്സർവേഷൻസ് വി ഹാവ് ടു ഡു പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി, പ്രീ ഓപ്പറേറ്റീവ്ലി, അത് നമുക്ക് നോക്കാം. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻ. ഈ കാർഡിയാക് സർജറി ഓരോ കേസസിനും എന്ത് കാർഡിയാക് സർജറിയാണ് ചെയ്യുന്നത് എന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കാർഡിയാക് സർജറി മെയിനായിട്ടും ആ ഡിസീസ് കറക്റ്റ് ചെയ്യുന്ന കാർഡിയാക് സർജറി ആയിരിക്കും. അതായത് എന്ത് സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി ആണോ അത് കറക്റ്റ് ചെയ്യുന്ന കാർഡിയാക് സർജറീസാണ് നടത്തുന്നത്. കൊയാട്രേഷൻ ഓഫ് അയോർട്ടൻസ് ഒഴിച്ച് ബാക്കി എല്ലാ കാർഡിയാക് സർജറീസും കാർഡിയോ പൾമണറി ബൈപ്പാസ് സർജറി ആയിരിക്കും മേജർ ഓപ്പറേഷൻസ് ആണെങ്കിൽ. അല്ലെങ്കിൽ കാർഡിയാക് കത്തീഡ്രൈസേഷൻ വഴിയാണ് മോസ്റ്റ് ഓഫ് ദ കേസസ്, അതായത് ASD, VSD ഇങ്ങനെയുള്ള കേസസ് എല്ലാം സർജറി ചെയ്യുന്നത്. ആസ് യൂഷ്വൽ മോണിറ്റർ വൈറ്റൽ സൈൻസ്, എസ്പെഷ്യലി ടെമ്പറേച്ചർ. ബിക്കോസ് ടെമ്പറേച്ചർ ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ട് ബേബീസ് സർവൈവൽ റേറ്റ് വളരെ കുറവായിരിക്കും. മോണിറ്റർ ഫോർ സൈൻസ് ഓഫ് സെപ്സിസ് സച്ച് ആസ് ചിൽസ്, ഫീവർ, ഡയഫോറസിസ്, ലെഥാർജി, ഓൾട്ടേഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. ദെൻ മെയിൻറ്റെയിൻ അസെപ്റ്റീവ് ടെക്നിക്ക്.
മോണിറ്റർ ലൈൻ, ട്യൂബ്സ്, കാത്തീറ്റർ, എവറിത്തിങ്. അതായത് ബേബി ഓൾറെഡി യൂറിനറി കാത്തീറ്റർ കാണും, ഫീഡിങ് ട്യൂബ് കാണും, വേറെ ഒരുപാട് ലൈൻസ് കാര്യങ്ങളും എല്ലാം കാണും. അതായത് സെൻട്രൽ ലൈൻ, മീൻസ് പൾമനറി പ്രഷർ മോണിറ്ററിങ്, CBP, ഇങ്ങനെയുള്ള എല്ലാ ലൈൻസും ഓൾറെഡി കാണും. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കുക, അങ്ങനെയുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് എല്ലാം അസസ് ചെയ്യുക. സൈൻ ഫോർ എനി ഡിസ്കംഫോർട്ട്, ഇറിറ്റബിലിറ്റി, റെസ്റ്റ്ലെസ്നെസ്, ചേഞ്ചസ് ഇൻ ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, ബ്ലഡ് പ്രഷർ, ഇതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്തതിന് ശേഷം മാത്രമാണ് കാർഡിയാക് സർജറിക്ക് എടുക്കുന്നത്. അഡ്മിനിസ്റ്റർ പെയിൻ മെഡിക്കേഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ്, അഡ്മിനിസ്റ്റർ ആൻറ്റിബയോട്ടിക്സ്, പ്രൊമോട്ട് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, ദെൻ ഫെസിലിറ്റേറ്റ് പാരന്റ് ആൻഡ് ചൈൽഡ് ഫോർ സർജറി. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഹോം കെയർ. വൺസ് ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ എന്തെല്ലാമാണ് ഹോം കെയർ? വൊമിറ്റ് പ്ലേ ഔട്ട്സൈഡ് ഫോർ സെവറൽ വീക്സ്. അതായത് ഔട്ട്സൈഡിൽ കളിക്കാൻ പോകാമെന്നൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുക കുറച്ച് കാലത്തേക്ക്. അതായത് ഫോർ സെവറൽ വീക്സ്, വൺസ് ബേബി ബെറ്റർ ആകുന്നത് വരെ ഔട്ട്ഡോർ ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ആക്ടിവിറ്റീസ് in which the child could fall or injured, such as bike riding for 2 to 4 weeks. എന്തെങ്കിലും ഇഞ്ചുറി, ട്രോമ വരാനുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒരു മാസത്തേക്ക് നിർത്തുക. അവോയ്ഡ് ക്രൗഡഡ്സ് ഫോർ 2 weeks. ഡിസ്ചാർജ് കഴിഞ്ഞ് 2 ആഴ്ചത്തേക്ക് ക്രൗഡ് അവോയ്ഡ് ചെയ്യുക. ഫോളോ എ നോൺ ആഡഡ് സോൾട്ട് ഡയറ്റ് ഇഫ് പ്രിസ്ക്രൈബ്ഡ്. ഡയറ്റിൽ സോഡിയം കുറയ്ക്കണം, അല്ലെങ്കിൽ ആഡ് ചെയ്യരുതെന്ന് ഓർഡർ ഉണ്ടെങ്കിൽ, അതായത് ബേബീസിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ്, ഏത് ഡിസീസ് കണ്ടീഷനാണ്, ഏത് സർജറിയാണ്. എസ്പെഷ്യലി പൾമനറി ഹൈപ്പർ ടെൻഷൻ കൂടുന്ന സർജറീസ് ഉണ്ട്, പൾമനറി സ്റ്റെനോസിസ്, അങ്ങനെയുള്ള സർജറിക്കൊക്കെ സോൾട്ട് കുറച്ച് കാലത്തേക്ക് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യും. ഡു നോട്ട് ആഡ് എനി ന്യൂ ഫുഡ് ടു ദ ഇൻഫൻറ്റ് ഡയറ്റ്. അതായത് ഇപ്പോൾ കഴിക്കുന്നതിൽ നിന്ന് വേറെ ഒരു ഫുഡും ആഡ് ചെയ്യാൻ പാടില്ല. കാരണം ആഡ് ചെയ്താൽ എങ്ങാനും അലർജിയോ ഡയറിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും സെക്കൻഡറി ഇൻഫെക്ഷനിലേക്ക് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ്. ഡു നോട്ട് പ്ലേസ് ക്രീം, ലോഷൻ ഓർ പൗഡർ ഓൺ ദ ഇൻസിഷൻ സൈറ്റ് ടു പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ. ചൈൽഡ് മേ റിട്ടേൺ ടു സ്കൂൾ യൂഷ്വലി ഇൻ ദ 3rd week ആഫ്റ്റർ ഡിസ്ചാർജ്, സ്റ്റാർട്ടിംഗ് വിത്ത് ഹാഫ് ഡേയ്സ്. ദെൻ 3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ മുതൽ പയ്യെ സ്കൂളിൽ പോകാം. ഒരു കംപ്ലീറ്റ് അറ്റൻഡൻസ് അല്ല, പാർഷ്യൽ അറ്റൻഡൻസ് ആയിട്ട്. ചൈൽഡ് വുഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫോർ 2 months. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒട്ടജടയിലൊന്നും 2 months അറ്റൻഡ് ചെയ്യാൻ പാടില്ല. ഡിസിപ്ലിൻ ദ ചൈൽഡ് നോർമലി. അതായത് നോർമൽ ബേബീനെ പോലെ മീൻസ് കൺസിഡർ ചെയ്യുക. എമ്പതി സിമ്പതിയൊക്കെ ഉണ്ടെങ്കിൽ ബേബി അതിൽ നിന്ന് ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കും. അതുകൊണ്ട് നോർമൽ പോലെയാണ് ബേബീസിനോട് ബിഹേവ് ചെയ്യേണ്ടത്. 2 week ഫോളോ അപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആഫ്റ്റർ 2 weeks നീഡ് ടു ഡു ഫോളോ അപ്പ്. അവോയ്ഡ് ഇമ്മ്യൂണൈസേഷൻ. അതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ഇൻവേസീവ് പ്രൊസീജിയർ ആൻഡ് ഡെൻറ്റൽ വിസിറ്റ് ഫോർ 2 months. ഇമ്മ്യൂണൈസേഷനോ ഇൻവേസീവ് പ്രൊസീജിയറോ ഡെൻറ്റൽ വിസിറ്റോ 2 മാസത്തേക്ക് പാടില്ല. ആഫ്റ്റർ ദിസ് ടൈം പീരീഡ് the immunization schedule and dental visit need to be resumed. 2 മാസം കഴിഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെസ്യൂം ചെയ്യാം. ചൈൽഡ് നീഡ് ടു ഹാവ് എ ഡെൻറ്റൽ വിസിറ്റ് എവറി 6 months ആഫ്റ്റർ 3 years ഏജ്. എല്ലാ മാസവും ഡെൻറ്റൽ വിസിറ്റ് വേണം 3 വർഷത്തിന് ശേഷം. ഇൻഫോം ദ ഡെൻറ്റിസ്റ്റ് ഓഫ് ദ കാർഡിയാക് പ്രോബ്ലം സോ ദാറ്റ് ആൻറ്റിബയോട്ടിക് ക്യാൻ ബി പ്രിസ്ക്രൈബ്ഡ് ഇഫ് നെസസറി. അതായത് എന്തെങ്കിലും കാർഡിയാക് ഡെൻറ്റൽ സർജറിയോ കാര്യങ്ങളോ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഡെൻറ്റിസ്റ്റ് ഷുഡ് നോ ദാറ്റ് ദ പേഷ്യൻ്റ് ഈസ് പേഷ്യൻ്റ് ഹാഡ് കാർഡിയാക് സർജറി, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് കാർഡിയാക് ഡിസീസ് ഉണ്ടെന്നറിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കൊടുത്തതിന് ശേഷം മാത്രമാണ് എല്ലാം ഇങ്ങനത്തെ പ്രൊസീജിയർ ചെയ്യുള്ളൂ. കാരണം ഓറൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. കോൾ ദ പീഡിയാട്രിഷ്യൻ ഈസ് കോഫിംഗ്, ടക്കിപ്നിയ, സൈനോസിസ്, വൊമിറ്റിംഗ്, ഡയറിയ, അനോറക്സിയ, പെയിൻ, ഫീവർ എക്സെട്ര. ഇഫ് എനി സ്വെല്ലിംഗ്, റെഡ്നെസ്, ഡ്രെയിനേജ്, ഇതെല്ലാം കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നതിൻ്റെയാണ്. അതായത് സർജറിയിൽ വരുന്ന എന്തെങ്കിലും ഇഷ്യൂ കാരണമാണ് ഈ സൈൻസ് ആൻഡ് സിംറ്റംസ് വരുന്നത്. നെക്സ്റ്റ് കണ്ടീഷനാണ് റ്യൂമാറ്റിക് ഫീവർ. റ്യൂമാറ്റിക് ഫീവർ ഇസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ദാറ്റ് അഫക്ട് ദ കണക്റ്റീവ് ടിഷ്യൂ ഓഫ് ദ ഹാർട്ട്, ജോയിൻസ്, സ്കിൻ, ബ്ലഡ് വെസൽസ്, സെൻട്രൽ നെർവസ് സിസ്റ്റം. റൂമാറ്റിക് ഫീവർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. കണക്റ്റീവ് ടിഷ്യൂവിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഹാർട്ട്, ജോയിൻസ്, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, ബ്ലഡ് വെസൽ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ എല്ലാം അഫക്റ്റ് ചെയ്യും. ദ മോസ്റ്റ് സീരിയസ് കോംപ്ലിക്കേഷൻ ഓഫ് റൂമാറ്റിക് ഹാർട്ട് ഡിസീസ് വിച്ച് അഫക്ട് ദ ഹാർട്ട് വാൽവ്, പർട്ടിക്കുലർലി മിട്രൽ വാൽവ്. മിട്രൽ വാൽവിനെ അഫക്റ്റ് ചെയ്യുന്നു. ഇറഗുലർ ക്ലോസേജ് വരുന്നു, റീഗർജിറ്റേഷൻ വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് റൂമാറ്റിക് ഫീവർ. പിന്നെ റൂമാറ്റിക് ഹാർട്ട് ഡിസീസ് ആയിട്ട് മാറും. Rheumatic fever manifested 2 to 6 weeks after an untreated or partially treated group A beta hemolytic streptococcal infection of the upper respiratory tract. ഈ റൂമാറ്റിക് ഫീവർ വരുന്നത് 2 മുതൽ 6 ആഴ്ച വരെ ഒരു പേഷ്യൻറ്റിന്
ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ, എസ്പെഷ്യലി അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക്, മിഡിൽ ഇയർ, ഇങ്ങനെ ഇൻഫെക്ഷൻസ് ഒക്കെ മോസ്റ്റ് ഓഫ് ദ ടൈം വരുന്നത് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷനാണ്. ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ആൻറ്റിബോഡി ഫോം ചെയ്തിട്ടാണ് ഈ റൂമാറ്റിക് ഫീവർ വരുന്നത്. ഇതിൻ്റെ ജോൺസ് ക്രൈറ്റീരിയ ആർ യൂസ്ഡ് ടു ഹെൽപ്പ് ഡിറ്റർമൈൻ ദ ഡയഗ്നോസിസ്. ഈ ഡയഗ്നോസിസ് ഡിറ്റർമൈൻ ചെയ്യാൻ ജോൺസ് ക്രൈറ്റീരിയ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ജോൺസ് ക്രൈറ്റീരിയ അറിയണം. മേജർ ക്രൈറ്റീരിയ: കാർഡൈറ്റിസ്, ആർത്രൈറ്റിസ്, കൊറിയ, എറിത്തീമ മാർഗിനേറ്റം, സബ്ക്യൂട്ടേനിയസ് ന്യൂഡ്യൂൾസ്. ഇത് മേജർ ക്രൈറ്റീരിയ. ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ റൂമാറ്റിക് ഫീവർ ആണ്. മൈനർ ക്രൈറ്റീരിയ: ഫീവർ, പോളി ആർത്രാൾജിയ, എലിവേറ്റഡ് ESR ആൻഡ് എലിവേറ്റഡ് CRP, പ്രൊലോങ്ഡ് PR ഇൻ്റർവെൽ ഓൺ ECG, പ്രൊലോങ്ഡ് PR ഇൻ്റർവെൽ ഓൺ ECG. അസസ്മെൻറ്റ് ഓഫ് റൂമാറ്റിക് ഫീവർ: ലോ ഗ്രേഡ് ഫീവർ ദാറ്റ് സ്പൈക്ക് ഇൻ ദ ലേറ്റർ ആഫ്റ്റർനൂൺ. ഫീവറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ലോ ഗ്രേഡ് ഫീവറാണ്, സ്പൈക്ക് ഇൻ ദ ലേറ്റ് ആഫ്റ്റർനൂൺ. എലവേറ്റഡ് ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ ഓ ടൈറ്റർ എലവേറ്റ് ചെയ്യും. എലവേറ്റഡ് ESR, എലവേറ്റഡ് CRP. Ask of bodies or lesions found in the heart, blood vessels, brain, serous surface of the joint and pleura. ഇതൊന്നുകൂടെ ഒന്ന് വായിക്കണം. ഇതെല്ലാം അസസ്മെൻ്റ് ആണ്. ഈ പ്രസൻസ് ഓഫ് ദീസ് ഫൈൻഡിങ്സ് മേ ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് റൂമാറ്റിക് ഫീവർ. അസസ്മെൻറ്റ് ഓഫ് ചൈൽഡ് വിത്ത് സസ്പെക്റ്റഡ് റൂമാറ്റിക് ഫീവർ ഇൻക്ലൂഡ് എൻക്വയറിങ് അബൌട്ട് എ റീസെൻറ്റ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വന്നാൽ റീസെൻറ്റ് സോർ ത്രോട്ട് ചോദിക്കണം. കാരണം സോർ ത്രോട്ട് ചിലപ്പോൾ ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിസ് സ്ട്രെപ്റ്റോകോക്കൽ ആയിരുന്നായിരിക്കാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി കുഡിൻ ട്രീറ്റ് ഇറ്റ് വിത്ത് ദിസ് അൺട്രീറ്റഡ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ കാരണമാണ് പേഷ്യൻറ്റിന് ഇങ്ങനെയുള്ള സൈൻസ് ഓഫ് സിംറ്റംസ് വന്നത്. ഇൻ്റർവെൻഷൻ ഓഫ് റൂമാറ്റിക് ഹാർട്ട് ഡിസീസ്: assess vital signs, control joint pain and inflammation with massage and alternate hot-cold application, provide bed rest during the acute febrile phases, limit physical exercise on the child with carditis, antibiotic prescribed should be given, administer salicylate and anti-inflammatory agent, ആസ്പിരിനും ബ്രൂഫിനും ഒക്കെയാണ് കൊടുക്കുന്നത്. ദിസ് മെഡിക്കേഷൻ വുഡ് നോട്ട് ബി അഡ്മിനിസ്റ്റേർഡ് ബിഫോർ ദ ഡയഗ്നോസിസ് ഇസ് കൺഫേംഡ്. ഡയഗ്നോസിസ് കൺഫേം അല്ലേ കൊടുക്കാൻ പാടില്ല. ബിക്കോസ് ദിസ് മെഡിക്കേഷൻ മേക്ക് ദ പോളി ആർത്രൈറ്റിസ്, കാരണം ഈ മെഡിക്കേഷൻ അല്ലെങ്കിൽ പോളി ആർത്രൈറ്റിസിന് കാരണമാവും. ഇനീഷ്യേറ്റ് സീഷർ പ്രിക്വേഷൻ ഇഫ് ദ ചൈൽഡ് ഇസ് എക്സ്പീരിയൻസിങ് കൊറിയ. സീഷർ പ്രിക്വേഷൻസ് എടുക്കണം പേഷ്യൻറ്റ് കൊറിയ സയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ. Instruct the parent about the importance of follow-up and need antibiotic prophylaxis for dental workup, infection, invasive procedure. Advise the child to inform the parent if anyone in school develops streptococcal throat infection. അതായത് സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻ ആർക്കെങ്കിലും വരാനും അത് ബേബിക്ക് വന്നാൽ ട്രീറ്റ് ചെയ്യണമെന്നും എല്ലാം ഇൻഫോം ചെയ്യുക. നെക്സ്റ്റ് ആണ് കവാസാക്കി ഡിസോർഡർ. കവാസാക്കി ഡിസീസ് ഓൾസോ നോൺ ആസ് മ്യൂക്കോക്യുട്ടേനിയസ് ലിംബ് നോഡ് syndrome. It is an acute systemic inflammatory illness. Systemic inflammatory illness ആണ് കവാസാക്കി ഡിസോർഡർ. Cause is unknown, but it may associated with the infection when the organism or toxin. ബോഡിയിൽ തന്നെ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിലോ ടോക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാകാം. കോസ് ഇസ് unknown. കാർഡിയാക് ഇൻവോൾവ്മെൻറ്റ് ഈസ് ദ മോസ്റ്റ് സീരിയസ് കോംപ്ലിക്കേഷൻ. കാർഡിയാക് ഇൻവോൾവ്മെൻറ്റ് കവാസാക്കിയിലെ മോസ്റ്റ് സീരിയസ് കോംപ്ലിക്കേഷനാണ്. അന്യൂറിസത്തിന് ചാൻസ് ഉണ്ട്. അസസ്മെൻറ്റ് അക്യൂട്ട് സ്റ്റേജ് ഉണ്ട്, സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. അക്യൂട്ട് സ്റ്റേജിൽ കവാസാക്കി ഡിസോർഡർ അറിയുന്നത് ഫീവർ, കൺജൻറ്റൈവൽ ഹൈപ്പറീമിയ, മ്യൂക്കോസൈറ്റിസ്, അതായത് ക്രാക്ക് റെഡ് നിപ്പിൾ ആൻഡ് സ്ട്രോബെറി ടങ്ക്. ഇതാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ട്. സ്ട്രോബെറി ടങ്ക് കവാസാക്കി ഡിസോർഡറിലുള്ളതാണ്. എക്സ്ട്രീമിറ്റി ചേഞ്ചസ് ഇൻക്ലൂഡിങ് സ്വെല്ലിംഗ് ഓഫ് ദ ഹാൻഡ് ആൻഡ് ഫീറ്റ്, എറിത്തീമ ഓഫ് ദ പാം സോൾ, റാഷസ്, enlargement of the cervical lymph node, increased irritability, arthritis, cardiovascular finding include tachycardia and gallop sound. അക്യൂട്ട് ഫേസിലുള്ള അസസ്മെൻ്റ് ആണ്. സെക്കൻഡ് ഫേസ് ഓർ സബ് അക്യൂട്ട് ഫേസ് ബിഗിൻ വിത്ത് റെസൊല്യൂഷൻ ഓഫ് ഫീവർ ഒക്കെ ആവും. കണ്ടിന്യൂ അണ്ടിൽ ഔട്ട്വേർഡ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഹാസ് റിസോൾവ്ഡ്. ക്രാക്കിംഗ് ലിപ്സ് ആൻഡ് ഫിഷേഴ്സ്, desquamation of the skin on the tip of the finger and toe, joint pain, cardiac manifestation, thrombocytosis or hypercoagulability.
ഇതൊക്കെ സബ് അക്യൂട്ടേനിയസ് കേസിലുള്ളതാണ്. അക്യൂട്ട് കേസിൻ്റെ സ്ട്രോബെറി ടങ്ക് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഓക്കെ ആവുന്ന സ്റ്റേജാണ് കൺവലസൻറ്റ് സ്റ്റേജ്. ചൈൽഡ് അപ്പിയർ നോർമൽ ബട്ട് സൈൻ ഓഫ് ഇൻഫ്ലമേഷൻ മേ ബി പ്രസൻറ്റ് ആൻഡ് ലാബ് വാല്യൂ മേ ബി അബ്നോർമൽ. ലാബ് വാല്യൂ ഒക്കെ അബ്നോർമൽ ആയിരിക്കാം, പക്ഷേ പേഷ്യൻ്റ് അപ്പിയർ നോർമൽ. ആ ഫിസിക്കൽ റാഷസും സ്ട്രോബെറി ടങ്കും ഇങ്ങനെയുള്ള ഇറിറ്റേഷൻസും ഒക്കെ പനി ഒക്കെ പയ്യെ കുറയും, പക്ഷേ ഇൻഫ്ലമേഷൻ പയ്യെ ആർത്രൈറ്റിസ് ഒക്കെ കാണാം. Interventions of Kawasaki disorder: monitor temperature frequently, assess heart sound and heart rate. കാരണം ഹാർഡിയാക്ക് ഇൻവോൾവ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ്. assess extremity for edema, redness, desquamation. Examine eye for conjunctivitis. Monitor mucous membrane for inflammation. Monitor strict intake output. Administer soft food drink that are neither too hot or cold. നോർമൽ ഫുഡ് കൊടുക്കുക. വെയ്റ്റ് ചൈൽഡ് ഡെയിലി. എല്ലാ കേസിലും ബേബീനെ ഡെയിലി വെയിറ്റ് എടുക്കണം. പ്രൊവൈഡ് പാസീവ് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് ടു ഫെസിലിറ്റേറ്റ് മൂവ്മെൻറ്റ്. പാസീവാണ്, ഒത്തിരി ഓടാ അങ്ങനെയില്ല, പാസീവ്. അഡ്മിനിസ്റ്റർ അസറ്റൈൽ സാലിസൈലിക് ആസിഡ് moderate to high dose as prescribed for its antipyretic and antiplatelet effect. ദെൻ കാരണം അസറ്റൈൽ സാലിസിലിക് ആസ്പിരിനൊക്കെയാണ് ആൻറ്റിപൈററ്റിക് ആക്ഷനുണ്ട്, അനാൽജസിക് ആക്ഷനുണ്ട്, ആൻറ്റി കൊയാഗുലൻ്റ് ആക്ഷനും ഈ മെഡിക്കേഷനുണ്ട്. അഡ്മിനിസ്റ്റർ ഇമ്മ്യൂണോഗ്ലോബിൻ IVIG ഇൻട്രാവീനസ്ലി ഹൈ ഡോസ് കൊടുക്കും. ആസ് പ്രിസ്ക്രൈബ് ടു റെഡ്യൂസ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ഫീവർ ആൻഡ് ഇൻസിഡൻസ് ഓഫ് കൊറോണറി ആർട്ടറി ലീഷൻസ്. ഫീവറിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുക, കൊറോണറി ആർട്ടറി ലീഷൻസ് അങ്ങനെ അന്യൂറിസം വരുന്നതിനെ തടയുന്നതിന് വേണ്ടിയാണ് IVIG കൊടുക്കുന്നത്. IVIG ഈസ് എ ബ്ലഡ് പ്രൊഡക്റ്റ്. ഇതൊരു ബ്ലഡ് പ്രൊഡക്റ്റ് പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇമ്മ്യൂണോഗ്ലോബിൻ ബ്ലഡ് പ്രൊഡക്റ്റ് പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ബ്ലഡ് പ്രിക്വേഷൻസ്, അതായത് ബ്ലഡിൻ്റെ പോലെ ചെക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ വൈറ്റസൈൻസ് എടുക്കുന്നതും, ആദ്യം 15 മിനിറ്റ് എടുക്കുക, പിന്നെ അവർലി വൈറ്റസൈൻസ് എടുക്കുക, അലർജിക് റിയാക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇതെല്ലാം ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. പാരൻസ് എഡ്യൂക്കേഷൻ. Follow-up care is essential to recovery. Signs and symptoms of Kawasaki disease include following. കവാസാക്കിയുടെ ഡിസീസിൻ്റെ അത് പേരൻസിനോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്തൊക്കെയാണ്? ഇറിറ്റബിലിറ്റി ദാറ്റ് മേ ലാസ്റ്റ് ഫോർ 2 months ആഫ്റ്റർ ദ ഓൺസെറ്റ് ഓഫ് സിംറ്റംസ്. ദെൻ പീലിംഗ് ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, അതായത് ഡിസ്ക്വാമേഷനും പീലിംഗ് ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. പെയിൻ ഇൻ ദ ജോയിൻറ്റ് ദാറ്റ് പെർസിസ്റ്റ് സെവറൽ വീക്സ്, ജോയിൻറ്റ് പെയിൻ കുറേ കാലത്തേക്കുണ്ടെങ്കിൽ. സ്റ്റിഫ്നെസ് ഇൻ ദ മോർണിംഗ് ആഫ്റ്റർ നാപ്സ് ആൻഡ് കോൾഡ് ടെമ്പറേച്ചർ, അതായത് എഴുന്നേറ്റ് വരുമ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞ് വരുമ്പോഴൊക്കെ സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുക. റെക്കോർഡ് ദ ടെമ്പറേച്ചർ ബിക്കോസ് ഫീവർ ഈസ് എക്സ്പെക്റ്റഡ് അണ്ടിൽ ദ ചൈൽഡ് ഹാസ് ബീൻ എഫെബ്രൈൽ ഫോർ സെവറൽ ഡേയ്സ്. നോട്ടിഫൈ ദ ഫിസിഷ്യൻ ടെമ്പറേച്ചർ ഇഫ് മോർ ദാൻ 101, 38.3 or higher. Salicylate such as acetate salicylic acid may be prescribed. Signs of aspirin toxicity. അപ്പോൾ ആസ്പിരിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോക്സിസിറ്റി അസസ് ചെയ്യണം. അത് ഇൻക്ലൂഡ് ടിന്നിറ്റസ്, ഹെഡേക്ക്, വെറ്റൈഗോ, ബ്രൂയിസിങ്. ഡു നോട്ട് അഡ്മിനിസ്റ്റർ ആസ്പിരിൻ ഓർ ആസ്പിരിൻ കണ്ടെയ്നിങ് പ്രൊഡക്റ്റ് ഇഫ് ദ ചൈൽഡ് ഹാസ് ബിൻ എക്സ്പോസ്ഡ് ടു ചിക്കൻ പോക്സ് ഓർ ഫ്ലൂ. എന്തെങ്കിലും വൈറൽ ഡിസീസ്, എക്സ്പെഷ്യലി ചിക്കൻ പോക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഫ്ലുവൻസ ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ ആസ്പിരിൻ കൊടുക്കാൻ പാടില്ല. സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ബ്ലീഡിംഗ് ഇൻക്ലൂഡ് എപ്പിസ്റ്റാക്സിസ്, ഹീമോപ്റ്റൈസിസ്, ഹെമറ്റമെസിസ്, ഹിമച്യൂറിയ, മലീന ആൻഡ് ബ്രൂയിസിങ് ഓൺ ദ ബോഡി. അതായത് ഏതെങ്കിലും ബ്ലീഡിങ്, ബ്ലഡി മീൻസ് സ്റ്റൂള്, യൂറിൻ, സ്പ്യൂട്ടം, മൂക്കി കൂടെ എപ്പിസ്റ്റാക്സിസ് എങ്ങനെ വന്നാലും എന്താണ് സൈൻസ് ഓഫ് സിംറ്റം വന്നാൽ ഈ ആസ്പിരിൻ്റെ അഡ്വേഴ്സ് റിയാക്ഷനാണ്. സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് കാർഡിയക് കോംപ്ലിക്കേഷൻ ഇൻക്ലൂഡ് ചെസ്റ്റ് പെയിൻ, ടൈറ്റ്നസ്, കൂൾ മീൻസ് പെയിൽ എക്സ്ട്രീമിറ്റി, അബ്ഡോമിനൽ പെയിൻ, നോസിയ, വോമിറ്റിംഗ്, ഇറിറ്റബിലിറ്റി, റെസ്റ്റ്ലെസ്നെസ്, അൺകൺട്രോൾഡ് ക്രൈ. ഇതെല്ലാം വന്നാൽ ആസ്പിരിൻ്റെ കാർഡിയക് ഇൻവോൾവ്മെൻ്റ് ആണ്. Then the child need to avoid contact sports if age appropriate if taking aspirin or anticoagulant. കോണ്ടാക്ട് സ്പോർട്സ്, ഇങ്ങനെ സ്പോർട്സ് ഓടുക ചാടുക അങ്ങനെയൊന്നും അഡ്വൈസബിൾ അല്ല. എന്തെങ്കിലും ഇഞ്ചുറി വന്നാൽ ബ്ലീഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അവോയ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മീസൽസ്, മംസ്, MMR വാക്സിൻ കൊടുക്കാതിരിക്കുക. ലൈവ് വാക്സിൻസ് ആണ്. ഓർ വേരിസെല്ല സോഴ്സ് വാക്സിൻ ടു ദ ചൈൽഡ് ഫോർ 11 months ആഫ്റ്റർ IV ഇമ്മ്യൂണോഗ്ലോബിൻ തെറാപ്പി ഈസ് അപ്രോപ്രിയേറ്റ്. കാരണം IVIG കൊടുത്തതിന് 1 വർഷത്തിനുള്ളിൽ ഈ മെഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലൈവ് വാക്സിൻസ് കൊണ്ട് ഉപയോഗമില്ല. അതുകൊണ്ടാണ്.
സോ ഇതാണ് പീഡിയാട്രിക് കാർഡിയാക് ഡിസീസിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ്.